ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രൗഢഗംഭീരമായ ദൈവശാസ്ത്ര സമ്പുഷ്ടമായ ഒരു ലേഖനമാണ് റോമാലേഖനം. റോമാലേഖനത്തിൻ്റെ പ്രസക്തി അറിയാൻ ഞാൻ ഇങ്ങനെ ഒരു വാചകം പറയാം. 66 വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ സഞ്ചയമാണ് വിശുദ്ധ ബൈബിൾ, അതറിയാമല്ലോ. അതിൽ 65 പുസ്തകവും ഒരാളുടെ കയ്യിൽ കിട്ടിയില്ലെന്ന് വിചാരിക്കുക. വെറുതെ അങ്ങനെ ചിന്തിച്ചാൽ മതി, അങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെ ചിന്തിച്ചു നോക്കി, 66 പുസ്തകങ്ങളുള്ള വേദപുസ്തകത്തിൻ്റെ ഈ സഞ്ചയത്തിൽ നിന്ന് 65 പുസ്തകം ഒരാളുടെ കയ്യിൽ കിട്ടിയില്ല, ഒറ്റ പ്രതിയെ കിട്ടിയുള്ളൂ, അത് റോമാലേഖനമാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ വെറുതെ. ആ ഒരൊറ്റ പ്രതിയെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ, ബൈബിളിൻ്റെ ഭാഗമായി മൊത്തം കിട്ടിയില്ല, ഒറ്റ പ്രതി, അത് റോമാലേഖനമാണ്. എന്നാലും കുഴപ്പമില്ല, നിത്യതയിലെത്താൻ അത് മാത്രം മതി. അതാണ് റോമാലേഖനത്തിൻ്റെ പ്രസക്തി. അപ്പോൾ റോമാലേഖനത്തിൻ്റെ ആധികാരികത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അത്രയ്ക്ക് ഉജ്ജ്വലമായ ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച് എന്ന് പറയുന്ന മഹത്വരമായിരിക്കുന്ന ഒരു ആശയം, ഒരു പ്രമേയം ഇതിലുടനീളം വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു യേശുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്ഥാപിതമാക്കപ്പെട്ട ദൈവസഭയെക്കുറിച്ചുമുള്ള ഉജ്ജ്വലമായ അവതരണം, അതാണ് റോമാലേഖനം എന്ന് പറയുന്നത്. ശാന്തമായി നിന്ന് നിർത്തി ഞാൻ കുറേ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ആ ചിന്തകളിൽ അധിഷ്ഠിതമായി നമ്മുടെ ക്രിസ്തു ജീവിതത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമ്പോൾ ഡെലിവറൻസ് ഓക്കെ ആവും. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമുക്ക് റെഡി 1 2 3 എന്ന് ഡെലിവറൻസ് തരണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിരിക്കുക. കർത്താവ് ഞാൻ 4 സ്തോത്രം പറയാം, അല്ലെങ്കിൽ 400 അന്യഭാഷ പറയാം, അല്ലെങ്കിൽ യോഗം തുടങ്ങുമ്പം മുതൽ ഒടുങ്ങുന്നിടം വരെ ഞാനിങ്ങനെ ആത്മാവിൽ തുടിച്ചിരുന്നോളാം, അപ്പോഴത്തേക്ക് നീ എനിക്ക് ഡെലിവറൻസ് തരണമെന്നൊക്കെ നമ്മൾ ചില വ്യവസ്ഥകൾ ദൈവസന്നിധിയിലേക്ക് വയ്ക്കും. പക്ഷേ വചനപ്രകാരമുള്ള വ്യവസ്ഥയിൽ നമ്മൾ വരാത്തിടത്തോളം ഡെലിവറൻസ് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം അറിയേണ്ട ചില കാര്യമാത്ര പ്രസക്തമായ ചിന്തകളെയാണ് അക്കമിട്ട് ഞാൻ നിരത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ റോമാലേഖനം എന്ന് പറയുന്നത് ഏറ്റവും പ്രൗഢഗംഭീരമായ ദൈവശാസ്ത്ര സമ്പന്നമായ പ്രോജ്വലമായ ഒരു ലേഖനമാണ് എന്ന വസ്തുത മറന്നു പോകരുത്. 16 അധ്യായങ്ങളാണ്. 16 അധ്യായങ്ങളിൽ ഉടനീളം വിലയം പ്രാപിച്ച് കിടക്കുന്ന ഒരു ഏകീകൃതമായ വിഷയമുണ്ട്. അത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം എന്നതാണ്. നീതീകരണം പ്രാപിക്കാൻ, പാപമോചനം പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഒക്കെ മനുഷ്യൻ കണ്ടെത്തുന്ന വഴികൾ: മല കയറുന്നു, കുന്നിറങ്ങുന്നു, പുഴ താണ്ടുന്നു, കടൽ നീന്തുന്നു, ദേഹദണ്ഡന പ്രക്രിയകൾ ചെയ്യുന്നു, വായിൽ നിന്ന് സഹസ്രകോടി സ്തോത്രാർപ്പണങ്ങൾ, പോക്കറ്റിൽ നിന്ന് ധനാർപ്പണങ്ങൾ, ചെരുപ്പിട്ടോ ചെരുപ്പിടാതെയോ പദയാത്രകൾ, തീർത്ഥയാത്രകൾ, യാഗയോഗ കർമ്മകാണ്ഡങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ ചെയ്യുകയാണ്. എന്തിന്? പാപമോചനം. എന്തിന്? നീതീകരണം. എന്തിന്? രക്ഷ പ്രാപിക്കാൻ. മുക്തി, മോക്ഷം, സായുജ്യം, ശാന്തി, സമാധാനം, വിടുതൽ, വീണ്ടെടുപ്പ് ആദിയായവയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കർമ്മ പദ്ധതികൾ ഭയങ്കരങ്ങളാണ്. അതിനവനെ പ്രേരിപ്പിക്കുന്നു ഇവിടുത്തെ സകല മതങ്ങളും, അതിനവനെ പ്രേരിപ്പിക്കുന്നു ഇവിടുത്തെ സകല വേദാന്തികളും, അതിനവനെ പ്രേരിപ്പിക്കുന്നത് ഇവിടുത്തെ ഓരോരോ എഴുത്തുകളുമാണ്. പക്ഷേ മനുഷ്യൻ ഒരു തുള്ളി വേർപ്പൊഴുക്കേണ്ടതില്ല, മനുഷ്യൻ ഒരു തുള്ളി ചോര പൊടിക്കേണ്ടതില്ല, മനുഷ്യൻ ഒരു നയാ പൈസയും ചെലവാക്കേണ്ടതില്ലാതെ സൗജന്യമായി നീതീകരണം പ്രാപിക്കാൻ ഒരു വഴിയുണ്ട്. അത് യേശുവിൻ്റെ വിശ്വാസമാണെന്ന് ഉറക്ക പ്രഖ്യാപനം ചെയ്യുന്ന ഒരു ഉജ്ജ്വല ലേഖനമാണ് റോമാലേഖനം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പാപിയായ മനുഷ്യൻ്റെ യാഗയോഗങ്ങളോ പാപിയായ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഏതെങ്കിലും കർമ്മ പദ്ധതികൾ കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഡെലിവറൻസ് ഉണ്ടാകത്തില്ല. പകരം അവൻ ചെയ്യേണ്ടത് യേശുവിലെ വിശ്വാസമാണ്, യേശുവിലെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ യോഗങ്ങളുടെ പ്രഥമ ദിനത്തിൽ ക്രിസ്തു യേശുവിലെ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശക്തമായ ചില ആലോചനകൾ നമുക്ക് ലഭ്യമാകട്ടെ. പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. ദൈവവചനം ശാന്തമായി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഉണർവ് പ്രസംഗനൊന്നുമല്ല, ഇങ്ങനെ ശാന്തമായി നിന്ന് നിർത്തി. ഉണർവ് പ്രസംഗരൊക്കെ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, അപ്പം നമുക്കത് കൂടുതൽ ആസ്വദിക്കാം. അതിനു മുൻപ് ഞാൻ ചില ചിന്തകൾ പ്രാരംഭമായ ഒരു ബേസ് എന്ന നിലയിൽ നിങ്ങളിലേക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊരു പുതിയ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് കോവളത്ത്. അവിടെ പഠിക്കുന്ന ഞങ്ങളുടെ കർത്തൃദാസന്മാർ 1-2 പേരൊക്കെ ഈ മീറ്റിങ്ങിൽ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചിന്തിക്കാൻ, പഠിക്കാൻ ആകുന്ന ചില ആലോചനകളെ ഞാൻ പ്രാരംഭത്തിൽ നൽകിത്തരാം. റോമാലേഖനം 16 അധ്യായമാണ്. ശ്രദ്ധിക്കണം, ഇനി ഞാൻ പറയുന്നതിനെ കുറിച്ചെടുത്ത് പഠിക്കണം. 16 അധ്യായങ്ങളിൽ ആദ്യത്തെ 2 അധ്യായം എന്ന് പറയുന്നത് രക്ഷയുടെ, നീതീകരണത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് വ്യക്തമാക്കുകയാണ്. രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താ? മരണ വീട്ടിൽ പ്രസംഗിച്ചാലും വിവാഹ വീട്ടിൽ പ്രസംഗിച്ചാലും
അതല്ല കൺവെൻഷൻ പ്രസംഗിച്ചാലും, വീതിയിൽ പ്രസംഗിച്ചാലും, വേദിയിൽ പ്രസംഗിച്ചാലും, വീട്ടിൽ പ്രസംഗിച്ചാലും, ആലയത്തിൽ പ്രസംഗിച്ചാലും, ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ ആകെയുള്ള പ്രമേയം രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെടാനുള്ളവരോട് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നു, രക്ഷിക്കപ്പെട്ടവരോട് രക്ഷാനന്തര ജീവിതം നയിക്കാൻ പറയുന്നു. ആകെയുള്ള പ്രസംഗത്തിൻ്റെ ആശയം മനസ്സിലായോ? രക്ഷിക്കപ്പെടാത്ത ആളുകളാണ് വന്നിരിക്കുന്നതെങ്കിൽ അവരോട് രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ടേ പറ്റൂ എന്ന് ആധികാരികമായി പറയുന്നു. രക്ഷിക്കപ്പെട്ടവരാ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രക്ഷാനന്തര ജീവിതം നയിക്കണമെന്നാണ്. അപ്പം രണ്ടും പ്രസക്തമായ സുവിശേഷ ചിന്തയാണ്. സ്നാനപ്പെടാനുള്ളവരോട് സ്നാനപ്പെട്ടേ പറ്റൂ, അത് മുഴുവൻ സ്നാനം തന്നെ വേണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ വേണം എന്ന് ആധികാരികമായി പറയുന്നു. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും സ്നാനപ്പെട്ടവരാണെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്നാനാനന്തര ജീവിതം ദൈവത്തിൻ്റെ പ്രസാദമായി ചെയ്യണം. സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനാനന്തര ജീവിതം ദൈവത്തിന് പ്രസാദമാകണം. ചിലർ പെട്ടിട്ട് വെറുതെ പട്ട് നടക്കുന്നവരുണ്ട്. പെട്ടതാ പണ്ട് എന്ന് 1900 അന്നൊക്കെ പറഞ്ഞൊരു ഡേറ്റ് പറയും അഭിമാനത്തോടെ. പക്ഷേ അന്ന് പെട്ടതല്ലാതെ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരു ജീവിത നടപടിയുമില്ല. അപ്പം യേശുവിൻ്റെ സുവിശേഷത്തെ പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് ഈ വിശ്വാസ സംഹിതയുടെ പ്രായോഗികത എത്രമാത്രം ഉണ്ടാക്കണമെന്നതാണ് ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ കാമ്പും കഴമ്പും. അതുകൊണ്ട് ഈ 2 അധ്യായങ്ങളെ ആഴത്തിൽ പഠിക്കണം. ഏതാണ്? റോമാലേഖനം 1-2 അധ്യായം രക്ഷയുടെ ആവശ്യകതയാണ്. ഒരാൾ രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എല്ലാവരും പാപത്തിന് കീഴെയാണ്, അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. യഹൂദൻ പാപത്തിന് കീഴെയാണ്, ജാതീയ വിഭാഗം പാപത്തിന് കീഴെയാണ്, ഭൂമിയിൽ ജനിച്ച മനുഷ്യകുലം മുഴുവനും പാപത്തിന് കീഴെയായതുകൊണ്ട് അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടേ പറ്റൂ. പാപത്തിൻ്റെ അതീശത്വത്തിൽ നിന്ന്, പാപത്തിൻ്റെ ആധിപത്യ വ്യവസ്ഥതയിൽ നിന്ന് സകല മനുഷ്യനും രക്ഷിതഗണത്തിലേക്ക് വന്നേ പറ്റൂ. അങ്ങനെ വരുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഓക്കെ, അടുത്ത സംഗതി എന്ന് പറയുന്നത് രക്ഷയുടെ വഴിയാണ്. രക്ഷയുടെ വഴി എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത്? അതാണ് ഇവിടുത്തെ ലോകത്തിനറിയാതെ പോകുന്നത്, അതാണ് ഇവിടുത്തെ മതങ്ങൾക്കറിയാതെ പോകുന്നത്, അതാണ് ഇവിടുത്തെ വേദാന്തികൾക്ക് അജ്ഞാതമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ കവലകളിലും ഇടവഴിയിലും പെരുവഴിയിലും പട്ടണപ്രാന്തങ്ങളിലും ഇതേപോലെ ഒരുക്കപ്പെട്ട വേദിയിലും നിന്ന് പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യത. പൊടിക്കാറ്റടിച്ച് മഴ നനഞ്ഞ് വെയിലുകൊണ്ട് കവലകളിൽ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടിട്ടില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ശുശ്രൂഷ അതാണ്, കവലയിൽ പ്രസംഗിക്കുക എന്നുള്ളത്. വളരെ സന്തോഷമാണ്. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഞാൻ കവലകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം, സംതൃപ്തി നൽകുന്ന ഒരു ശുശ്രൂഷയാണ് കവലപ്രസംഗം എന്നൊക്കെ പറഞ്ഞ്. ഈ കൺവെൻഷന് പ്രസംഗിക്കാൻ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന ചില ആളുകളുടെ ഇരിപ്പൊക്കെ കണ്ടാൽ പ്രസംഗശാസ്ത്രത്തിന് മാർക്കിടാനിരിക്കുന്ന പോലെ അവരിയ്ക്കുന്നത്. ഈ വാക്യം വായിച്ചിട്ട് പുള്ളി ഏതുവഴിയൊക്കെ കയറിപ്പോകുമെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ഇരിപ്പാണ്. പക്ഷേ കവലയിൽ ഈ ചേട്ടന്മാർ മീശയൊക്കെ പിരിച്ച് 4 കൂട്ടി മുറുക്കി കാജാബീഡിയൊക്കെ വലിച്ച് അങ്ങനെ ഇരിക്കുന്നവരുടെ മുമ്പിൽ പോയി സുവിശേഷം പ്രസംഗിക്കും. ആദ്യം അവരുടെ ഒരുമാതിരി വല്ലാത്ത നോട്ടവും ഭാവമൊക്കെ ഉണ്ട്. കുറേ കഴിയുമ്പോൾ ഈ കേൾക്കുന്ന സുവിശേഷത്തോട് ഏകീഭവിച്ച് തലേക്കെട്ടൊക്കെ അഴിച്ച് കുടഞ്ഞ് വളരെ ഭവ്യതയോടെ കയറ്റിക്കുത്തിയ മടിക്കുത്തൊക്കെ അഴിച്ചിട്ട് ഭവ്യതയോടെ ഇങ്ങനെ നിൽക്കും. ആ ഒരു നിപ്പൊക്കെ കാണുമ്പോൾ സുവിശേഷം അങ്ങോട്ട് ഏൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പ്രസംഗിക്കാൻ എന്നാ സുഖമാണെന്നറിയാമോ? ഈ ജഡ്ജസിനെ പോലെ ഇരിക്കുന്നവരുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ ഒരുമാതിരി വല്ലാത്ത സങ്കടം തോന്നും. എന്നാലും ആ പുള്ളി ഒരു സ്വോത്രം പോലും പറഞ്ഞില്ലല്ലോ ഇത്രയും നേരമായിട്ട് എന്നൊരു വിഷമത്തോടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ കവലെ പ്രസംഗിക്കുമ്പോൾ ആരും സ്വോത്രം പറഞ്ഞില്ലെങ്കിലും ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെത്തി എന്നൊരു സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കവലപ്രസംഗമാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, കവലപ്രസംഗത്തിനും അതേപോലെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷകളും ഞങ്ങൾ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നതിൻ്റെ കാരണം ഇവിടെ പലർക്കും അറിയില്ല രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ വഴി ഏതാ. ആ വഴി വെളിപ്പെടുത്തി കിട്ടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. രക്ഷിക്കപ്പെടുവാനുള്ള വഴി ഏതാണെന്ന് വെളിപ്പെടുത്തി നമുക്ക് കർത്താവ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. രക്ഷിക്കപ്പെടാൻ എന്താ മാർഗം? നീതീകരിക്കപ്പെടാൻ എന്താ മാർഗം? മോക്ഷവും മുക്തിയും സായുജ്യവും ശാന്തിയും പ്രാപിക്കാൻ എന്താണ് മാർഗം എന്നുള്ള വഴി നമുക്ക് കിട്ടി. അത് ഒത്തിരി വഴിയില്ല, ഒറ്റ വഴി, അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് പുതിയ നിയമത്തിൽ, അറിയാമല്ലോ, ബുക്ക് ഓഫ് ആക്ട്സ്. ഇത്ര തീവ്രമായ സുവിശേഷ സത്യത്തിൻ്റെ പ്രഘോഷണമുള്ളൊരു പുസ്തകം വേറെ ഉണ്ടോ? ആ പുസ്തകത്തിനകത്തുള്ള ഉജ്ജ്വലമായിരിക്കുന്ന ഒരു ആറ്റം ബോംബ് വാക്യമുണ്ട്. കൊബാൾട്ട്, ന്യൂക്ലിയർ, ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഗംഭീരമായ ശേഷിയുള്ള ഒരു വാക്യമുണ്ട്, 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഓരോ നാമമേ ഉള്ളൂ. അതാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗം. ഇതാണ് നമ്മൾ കേട്ടോണ്ടിരുന്ന പാട്ടിനകത്തെ പ്രമേയം, ഇതാണ് പ്രസംഗത്തിനകത്തെ പ്രമേയം. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ.
അതാണ് റോമാലേഖനം 3-4 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുക. അപ്പോൾ 1-2 അധ്യായങ്ങളിൽ രക്ഷയുടെ ആവശ്യകതയാണെങ്കിൽ 3-4 അധ്യായങ്ങളിൽ വിവരിക്കുന്നത് രക്ഷയുടെ വഴിയാണ്. ദ വേ ഓഫ് സൽവേഷൻ ആണ് 3-4 അധ്യായങ്ങളിൽ. മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, യഹൂദനും യവനനും രക്ഷിക്കപ്പെടാൻ. അതിന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നൊരു പദം അഗ്രചർമ്മിക്കും പരിച്ഛേദനക്കാരനും രക്ഷിക്കപ്പെടുവാൻ വിശ്വാസമല്ലാതെ വേറൊരു മാർഗവുമില്ല. ആരിലെ വിശ്വാസമാണ്? ഏതെങ്കിലും ഐതിഹ്യങ്ങളിലുള്ള വിശ്വാസമല്ല, ആവാഹന ശക്തികളുള്ള വിശ്വാസമല്ല, സങ്കല്പമൂർത്തികളിലുള്ള വിശ്വാസമല്ല, പടച്ചുവെച്ച ഏതെങ്കിലും ഇതിഹാസത്തോടുള്ള വിശ്വാസമല്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമമായ യേശുവിലുള്ള വിശ്വാസം. അതുകൊണ്ട് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു, വിശ്വാസത്താൽ എല്ലാവരും നീതീകരിക്കപ്പെടേണ്ടതിന്. എന്നിട്ട് ആ ചിന്തയെ സാധൂകരിക്കാൻ പൗലോസ് നൽകുകയാണ് 4-ാം അധ്യായം. അബ്രഹാം നീതീകരിക്കപ്പെട്ടത്, അബ്രഹാം രക്ഷയിലേക്ക് വന്നത്, ദൈവത്തിൻ്റെതായി മാറിയത് വിശ്വാസത്താലാണ് എന്ന് 4-ാം അധ്യായം. പരിച്ഛേദനയാലല്ല, ന്യായപ്രമാണത്താലല്ല, പ്രവൃത്തിയാലല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. പിന്നെന്തിനാലാണ്? വിശ്വാസത്താൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് 4-ാം അധ്യായം ശ്രേഷ്ഠമാക്കുകയാണ്. അപ്പം 1-2 അധ്യായം രക്ഷയുടെ ആവശ്യകത അങ്ങനെ പഠിച്ചോണം. 3-4 അധ്യായം രക്ഷയുടെ വഴി എന്താണെന്നുള്ളതാണ്, ദ വേ ഓഫ് സാൽവേഷൻ. അടുത്ത ശ്രദ്ധിച്ചോണം. 5, 6, 7, 8 അധ്യായങ്ങൾ, 4 അധ്യായങ്ങൾ ഒരുമിച്ച് രക്ഷയുടെ അനന്തരഫലമാണ്. രക്ഷയുടെ അനന്തരഫലം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി രക്ഷയിലേക്ക് വന്നു കഴിയുമ്പോൾ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന് ലഭിക്കപ്പെടുന്ന 4 പ്രധാന പദവികളാണ്, 4 പ്രധാന സംഗതികളാണ്, 4 പ്രധാന സൗഭാഗ്യങ്ങളാണ് 5, 6, 7, 8 അധ്യായങ്ങൾ വിശദീകരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അവൻ ദൈവത്തോട് നീതീകരണം പ്രാപിക്കുന്നു, ദൈവത്തോട് നിരപ്പായി മാറുന്നു. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് നിരപ്പാകുക, ദൈവവുമായിട്ടുള്ള ശത്രുത്വം മാറി നമ്മൾ ദൈവത്തോട് എന്തോ ആകുന്നു? നിരപ്പ് പ്രാപിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവവുമായി നിരപ്പാണെന്ന്? ഹല്ലേലൂയ. ഈ പാട്ട് പാടിയത് കൊണ്ടും അന്യഭാഷ പറഞ്ഞത് കൊണ്ടും പുസ്തകം വായിച്ചത് കൊണ്ടും ഒന്നും ദൈവത്തോട് നിരപ്പാകണമെന്നൊന്നുമില്ല. വിശ്വാസ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള നിരപ്പ്, ഞാനതിനെ അല്പം ഒന്ന് പറയാം, ആന്തരിക രമ്യതയെന്ന് പറയാം. ആ പദം ഓൺലൈനുള്ളവരൊക്കെ ശ്രദ്ധിച്ചോണം, ആന്തരിക രമ്യത. യഥാർത്ഥ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? യഥാർത്ഥ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വം ഉണ്ടല്ലേ? പരിശുദ്ധ തൃത്വത്തോടുള്ള ആന്തരിക രമ്യതയാണ് യഥാർത്ഥ ആത്മീയത. എത്ര പേർക്ക് മനസ്സിലായ വാചകം? പരിശുദ്ധ തൃത്വത്തോടുള്ള ആന്തരിക രമ്യത എന്ന് പറഞ്ഞാൽ പിതാവിന് പ്രസാദകരമായൊരു ജീവിതം, പുത്രനിൽ ഉള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതം, ആത്മാ അധിവാസത്തിൻ ജീവിതം. ഇത് 3ഉം ശ്രദ്ധിച്ചോണം. 3 ചിന്തകൾ, ഇത് 3ഉം കൂടെ ഒരുമിച്ച് സമന്വയിക്കപ്പെടുമ്പോൾ, ഇത് 3ഉം കൂടെ ഒരുമിച്ച് സമഞ്ജസമായി സമ്മേളിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആത്മീയത ഉണ്ടാകുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, പരിശുദ്ധ തൃത്വവുമായുള്ള ആന്തരിക രമ്യത എന്ന് പറഞ്ഞാൽ 3 ആശയങ്ങൾ, അനുബന്ധങ്ങൾ ഓർത്തോണം. 1, പിതാവാം ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം. എത്ര പേർക്ക് ഉറപ്പുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നത്? നമ്മുടെ രാത്രികളിൽ ദൈവം പ്രസാദിക്കണം, നമ്മുടെ പകലുകളിൽ ദൈവം പ്രസാദിക്കണം. വേദപുസ്തകവുമായിട്ടിരിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമാകണം, മൊബൈൽ ഫോണുമായിട്ടിരിക്കുമ്പോഴും ദൈവം പ്രസാദിക്കണം, ഒറ്റയ്ക്ക് പോകുമ്പോൾ ദൈവം പ്രസാദിക്കണം, കൂട്ടമായിട്ടിരിക്കുമ്പോഴും ദൈവം പ്രസാദിക്കണം, സാമ്പത്തിക ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണം, ദാമ്പത്യ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണം, സാമൂഹ്യ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണം, സഭാജീവിതത്തിൽ ദൈവം പ്രസാദിക്കണം, ചെയ്യുന്ന ജോലി മേഖലകൾ ദൈവം പ്രസാദിക്കണം, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ദൈവം പ്രസാദിക്കണം, ജീവിതത്തിൻ്റെ സമസ്ത ചലനങ്ങളിലും ആര് പ്രസാദിക്കണം? അതാണ് ആന്തരിക രമ്യത. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഭർത്താവ് എന്ന തസ്തികയിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? ഭാര്യ എന്ന തസ്തികയിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? അമ്മ എന്ന തസ്തികയിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? പിന്നെ അമ്മ എന്ന തസ്തികയിലൊക്കെ ദൈവത്തിന് പ്രസാദമുണ്ട്, കാരണം മക്കളെ പൊന്നുപോലെ നോക്കുന്നത്. പക്ഷേ അമ്മാവി അമ്മ എന്ന തസ്തികയിൽ ദൈവത്തിന് ആരും അറിയണ്ട, നമ്മൾ മാത്രം ഒന്ന് അറിഞ്ഞു നോക്കി. അമ്മ എന്ന തസ്തികയിൽ ദൈവത്തിന് പ്രസാദമുണ്ട്, അമ്മാവി അമ്മ എന്ന തസ്തികയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? നമ്മളെ നോക്കി. മകൾ എന്ന തസ്തികയിൽ ദൈവം പ്രസാദിക്കുന്നു, മരുമകൾ എന്ന തസ്തികയിൽ എങ്ങനെയുണ്ട്? ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൻ്റെ തസ്തികകളെ ഒന്ന് ഓർത്തിട്ട് ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്നിൽ എന്ന് ചിന്തിക്കണം. അതാണ് ആന്തരിക രമ്യത എന്നൊക്കെ പറയുന്നത്.
എൻ്റെ മകളെ നിന്നെ എനിക്ക് ബോധിച്ചു, എൻ്റെ മകനെ നിന്നെ എനിക്ക് ബോധിച്ചു, എൻ്റെ ദാസനെ നിന്നെ എനിക്ക് ബോധിച്ചു എന്ന് ദൈവം നമ്മളെ നോക്കി പറയുന്നൊരാത്മീയത നമ്മിലുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പം ദൈവത്തോട് നിരപ്പാകുക, ദൈവത്തോട് നിരപ്പാകുക. 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. ഇപ്പോൾ നമുക്ക് ദൈവത്തോട് നിരപ്പ് ലഭിച്ചതിന് കാരണമായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു എന്നാണ് വായിക്കുക. പ്രൈസ് ദി ലോർഡ്. 5-ന്റെ 11 വാക്യം. അപ്പോൾ അതാണ് 5-ാം അധ്യായം. ദൈവത്തോടുള്ള നിരപ്പ്, ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു എന്നുള്ളതാണ് രക്ഷയുടെ ഏറ്റവും വലിയ പ്രാധാന്യത. കൊലോസ്യ ലേഖനം 1-ന്റെ 22 അത് തന്നെയാണ്. ദൈവത്തോട് നമ്മളെ നിരപ്പിച്ചു. ദൈവമെന്ന പദം കേൾക്കുമ്പോൾ ഓർത്തോണം, എലോഹീമാണ്. എലോഹീം, എലോഹീം എന്ന നാമം ഒരു സംഘടിത നാമമാണ്. ദൈവമെന്ന് പറയുന്ന ഒരൊറ്റ നാമമല്ല. അതിനകത്ത് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധ തൃത്വമെന്ന് ഞാൻ പറഞ്ഞത് അതാ. ദൈവത്തോട് നമ്മൾ നിരപ്പായി എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തോട്, പുത്രനോട്, പരിശുദ്ധാത്മാവിനോട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ യാഗമാക്കി തീർക്കേണ്ടതിന് നൽകിയ പിതാവ്, നമുക്ക് വേണ്ടി തന്നെത്താൻ വഴിപാടും യാഗവുമായി തീർന്ന പുത്രൻ, നമ്മെ തട്ടിത്തലോടി തഴുകി നടത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ മൂന്നാളത്വങ്ങളോട് ആന്തരിക രമ്യതയുണ്ടെങ്കിൽ അതാണ് ആത്മീയത. പ്രൈസ് ദി ലോർഡ്. നമ്മളേതോ ഒരു സഭയുടെ അംഗമായിരിക്കുക, നമ്മൾ സ്വത്രാഴ്ച ഇടുന്നുണ്ട്, നമ്മൾ പാട്ട് പാടുന്നുണ്ട്, നമ്മൾ വേദോത്സവം ഇത്ര അധ്യായം വെച്ച് ഗുളിക കഴിക്കുന്ന പോലെ 2 അധ്യായം അല്ലെ 3 അധ്യായം വെച്ച് സ്ഥിരം വായിക്കുന്നുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ഇടപാടുണ്ട്. പക്ഷേ ഈ പരിശുദ്ധ തൃത്വവുമായിട്ടുള്ള നമ്മുടെ ആന്തരിക രമ്യത, ഏകാന്തതയിലും അല്ലാത്തപ്പോഴുമെല്ലാം, പകലിൻ്റെ ഏകാന്തതയിലും രാത്രിയുടെ നിശബ്ദതയിലും ഒക്കെ ദൈവവുമായിട്ട് ഈ ആളത്വങ്ങളുമായി, 3 ആളത്വങ്ങളുമായി നമുക്ക് ആന്തരിക രമ്യതയുണ്ടോ? അതാണ് യഥാർത്ഥത്തിൽ 5-ാം അധ്യായം പറയുന്ന ഈ നിരപ്പ് എന്ന് പറയുന്നത്. ബോധ്യമായെന്ന് ഞാൻ കരുതുകയാണ്. മുൻപോട്ട് പോകാം. 6-ാം അധ്യായം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഏകീകരണമാണ്. യേശുവിനോടുള്ള ഏകീകരണമാണ്. അതാ ഇപ്പം രക്ഷയുടെ അനന്തരഫലം. 5-ാം അധ്യായത്തിൽ ദൈവവുമായിട്ടുള്ള നിരപ്പ്, 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിനോടുള്ള ഏകീകരണം. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? സ്നാനമെന്ന ആ ഉപദേശത്തിൻ്റെ നിർവഹണത്തിലൂടെയാണ്. സ്നാനപ്പെടാത്ത ഒരൊറ്റ വ്യക്തിയും യേശുവുമായിട്ട് ഏകീകരണത്തിലൊന്നും ആകത്തില്ല. എങ്ങനെങ്കിലും സ്നാനപ്പെട്ടാൽ പോട്ടെ. ഞാൻ സുവിശേഷം തുറന്നു പറയുകയാണ്. ഡെലിവറൻസ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്തത് വേദിയിൽ നിറങ്ങി വന്ന് നിങ്ങളുടെ തലയിലൊക്കെ തൊട്ടി ഇതിനിടയിലൂടെ ശുശ്രൂഷകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമെന്നാണ്. നോ, അങ്ങനൊന്നും ഒരു ഇടപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സുവിശേഷത്തെ വ്യക്തമായി പറയുന്നു. അത് ഏറ്റെടുക്കുമ്പോഴാണ് വിടുതൽ സംഭവിക്കുക. എങ്ങനെങ്കിലും സ്നാനപ്പെട്ടാൽ പോരാ. പിന്നെ മിശിഹ കാണിച്ച മാതൃക പ്രകാരം കണ്ടില്ലേ? നമ്മുടെ യേശുവിൻ്റെ മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനമെന്ന കർമ്മം അതിൻ്റെ തനിമയോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏകീകരണം ഉണ്ടാകുന്നത്. സ്തോത്രം. ചില ചോദിക്കും, ഉപദേശി അങ്ങനെ സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്നാ സ്വർഗത്തിൽ പോകുകയല്ലേ എന്നൊക്കെ ചോദിക്കുക. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം അനുസരിച്ച് പോകത്തില്ലെന്ന് തന്നെയാണ് മറുപടി. റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തോ ചെയ്തേ പറ്റൂ? മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണം. എന്ന് പറഞ്ഞാൽ കർത്താവ് കാണിച്ചു തന്ന മാതൃകയ്ക്കനുസരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുഴുകൽ സ്നാനം കഴിക്കണം, മുഴുകൽ സ്നാനം ഏൽക്കണം. അങ്ങനെ ഏൽക്കുന്നവർക്ക് മാത്രമേ മരണാനന്തര പുനരുദ്ധാനം ഉണ്ടാകുകയുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കാര്യം? അതാണ് സുവിശേഷത്തിൻ്റെ വ്യക്തമായ ഭാഷ്യം. അതുകൊണ്ടാണ് അത് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. സ്നാനമേ എങ്ങനെ ആരാണ്ട് കാണിച്ച മാതൃക പ്രകാരം ചെയ്താൽ പോരാ, മിശിഹ കാണിച്ച മാതൃക പ്രകാരം തന്നെ ചെയ്യുമ്പോഴാണ് റോമാലേഖനം 6-ാം അധ്യായത്തിലെ ഏകീകരണം അതിൻ്റെ തനിമയിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി 7-ാം അധ്യായം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? 7-ാം അധ്യായം വിശുദ്ധീകരണമാണ്. മറന്നു പോകരുത്. നിരപ്പ് 5-ാം അധ്യായം, 6-ാം അധ്യായം ഏകീകരണം, 7-ാം അധ്യായം വിശുദ്ധീകരണമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ കർത്താവിനോട് ഏകീകരിക്കപ്പെടുന്നു, പിതാവിനോട് നാം നിരപ്പാകുന്നു. റെക്കൺസിലിയേഷൻ വിത്ത് ഗോഡ് എന്നുള്ളതാണ് 5-ാം അധ്യായം. 6-ാം അധ്യായം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് നമ്മൾ ഏകീകരിക്കുന്ന വൺനെസ് വിത്ത് ക്രൈസ്റ്റ് എന്നതാണ്. 7-ാം അധ്യായം വിശുദ്ധീകരണമാണ്. ഹോളിനെസ് എന്ന് പറയും. ജീവിതത്തിൻ്റെ വിശുദ്ധീകരണമാണ് 7-ാം അധ്യായം. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണം, പാപമെന്ന മാരക ശക്തിയോട് പോരാടി നിന്ന് ജയം പ്രാപിക്കുക. മനസ്സിലായില്ലേ?
നമുക്കൊരു പൊതുവായ പ്രതിയോഗി ഉണ്ട്, പിശാചാണ്. ആ പിശാച് നമ്മുടെ നേരെ ഉതിർത്തുവിടുന്ന ശക്തമായൊരു സമരായുധമാണ് പാപം. ഈ പാപത്തോട് ചെറുത്തു നിൽക്കുവാൻ നമുക്ക് കഴിയണം. എല്ലാവിധമായ പാപരാഗങ്ങളോട് ചെറുത്തു നിൽക്കുവാൻ കഴിയുന്ന ആ ഒരു പോരാട്ട ഭൂമികയാണ് 7-ാം അധ്യായം. എത്ര പേരും മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? 7-ാം അധ്യായം എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ള പോരാട്ടമാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. 7-ാം അധ്യായം നിങ്ങൾ തുറന്നെങ്കിൽ ഞാൻ ചില വാക്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അത് വിശ്വാസ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നിങ്ങൾക്ക് ഗുണകരമാകും. വേഗം റോമാലേഖനം 7-ാം അധ്യായം ഒന്ന് തുറന്നേ. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നോക്കിക്കേ. 7-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം ആരെങ്കിലും വായിക്കാമോ ദയവായി? യെസ്. പാപരാഗങ്ങൾ കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു. ഉണ്ടോ? പാപത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം അവിടെ ശ്രദ്ധിച്ചോണം. 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്ന പാപവ്യാപാരമാണ്. പാപം എന്ത് ചെയ്യുന്നതാണ്? ഒരിടത്ത് കനീഭവിച്ചിരിക്കുന്നതല്ല, ഐസ് കട്ട പോലെ ഒരിടത്ത് ഇരിക്കുന്നതല്ല. പാപം വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യുന്നു. പാപം നമ്മിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ എവിടെ? അവയവങ്ങളിൽ. നമ്മുടെ കണ്ണ്, കാത്, നാവ്, നമ്മുടെ മനസ്സ്, മനസാക്ഷി, അവയവ വ്യവസ്ഥിതികൾ, നമ്മുടെ കൈവിരലുകൾ, കാലുകൾ, നമ്മുടെ ഓരോ കോശങ്ങളിലും പാപം വ്യാപരിക്കുന്നു. കണ്ടോ? വൈദ്യുത തരംഗം വ്യാപരിക്കുന്നത് പോലെ പാപം വ്യാപരിക്കുന്നു. അതാണ് 7-ാം അധ്യായം 5-ാം വാക്യം, പാപവ്യാപാരം. മനസ്സിലായില്ലേ? ഇനിയും അതിൻ്റെ 14-ാം വാക്യം വായിച്ച്. 14-ാമത് വാക്യം. പിന്നെ ഞാനോ ജഡമയൻ, പാപത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അപ്പം 7-ാം അധ്യായം 5-ാം വാക്യത്തിന് നിങ്ങൾ പേര് കൊടുക്കണം പാപത്തിന്റെ വ്യാപാരം. 7-ാം അധ്യായം 14-ാം വാക്യത്തിന് പേര് കൊടുക്കണം പാപത്തിന്റെ ആധിപത്യം. ഉണ്ടോ? പാപം നമ്മുടെ മേൽ ആധിപത്യം നടത്തുന്നു. അതുകൊണ്ടാണ് ആ ഗ്രന്ഥകാരൻ പറയുന്നത് പാപത്തിന്റെ ദാസനായി ഞാൻ എന്ത് ചെയ്തു പോയി? വിൽക്കപ്പെട്ടു. മനസ്സിലായോ? പാപം നമ്മളെ വിറ്റു. പാപം നമ്മളെ വിറ്റ് കാശാക്കി. പാപത്തിൻ്റെ പ്രവൃത്തികൾക്ക് കൂടുതൽ താല്പര്യം നമുക്ക്. കാരണം പാപം നമ്മുടെ മേൽ ആധിപത്യം, അധീശത്വം വഹിക്കുന്നു എന്നുള്ളതാണ്. പാപത്തിൻ്റെ പിടിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ചുരുക്കം ചില ആളുകൾക്ക് പറ്റുന്നുള്ളൂ. പാപം നമ്മുടെ ശരീരത്തിൽ കടന്നു കയറിയിട്ട് നമ്മളെ അധീനമാക്കുന്നു എന്നത്. അരുതരുതാത്തത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. അരുതരുതാത്ത ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മുടെ മനസ്സ്, നമ്മുടെ അന്തരാത്മാവ് പറയുന്നു, ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനുള്ള അന്തരാത്മാവ് പറയുന്നു, വേദവസം വായിക്ക്, പാട്ടുപാട്, അല്പസമയം മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. അന്നേരം ജഡം പറയുന്നു, മൊബൈൽ ഫോൺ എടുക്കുക, വാട്സപ്പ്, യൂട്യൂബ്, ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം വഴി പോകും. ഇപ്പോഴാണ് അതിന് പറ്റിയ നേരം. ആത്മാവ് പറയുന്നു വേദപുസ്തകം വായിക്കുക, ആത്മാവ് പറയുന്നു പ്രാർത്ഥിക്കുക, ജഡം പറയുന്നു മൊബൈൽ ഫോൺ എടുക്കുക, വാട്സപ്പ് തോണ്ട് എന്ന് പറയുന്നു. ഇതിലേതിലാണ് നമ്മൾ ജയിക്കുന്നത്? അവിടെയാണ് നമ്മൾ ആത്മീകനോ ജഡീകനോ എന്ന് നിർണ്ണയിക്കുന്നത്. പക്ഷേ അരുതരുതാത്തത് മാത്രം ചെയ്യിക്കുവാൻ പാപം നമ്മുടെ മീതെ യജമാനനായി നിൽക്കുന്നു. നമ്മളെ വിറ്റുകളഞ്ഞു പാപത്തിനു വേണ്ടി, പാപത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നമ്മളെ വിറ്റുകളഞ്ഞു. അതാണ് 7-ാം അധ്യായത്തിൽ 14-ാം വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും മറ്റൊരു വാക്യം കൂടെ ഞാൻ പരിചയപ്പെടുത്താം. 7-ന്റെ 20-ാം വാക്യം നോക്കിക്കേ. 7-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഞാൻ ആവർത്തിച്ച് പിന്നെയും പറയുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പാപത്തിൻ്റെ വ്യാപാരമാണ്. 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം പാപത്തിൻ്റെ ആധിപത്യമാണ്. 7-ാം അധ്യായം 20-ാം വാക്യം പാപത്തിൻ്റെ അധിവാസമാണ്. അധിവാസം. കണ്ടോ? പാപം അധിവാസം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പാപം നമ്മളിൽ വസിക്കുന്നു എന്ന്. പാപം നമ്മുടെ അകത്ത് വസിക്കുന്നു. പൗലോസ് അവിടെ പറയുന്നത് കേട്ടോ, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നിൽ പാപം വസിക്കുന്നു. സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ രക്ഷിക്കപ്പെട്ടതാ, എന്നിൽ പാപം വസിക്കുന്നില്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ഈ ജഡം രക്ഷിക്കപ്പെടാത്തിടത്തോളം പാപം ഇതിനകത്ത് വസിക്കുന്നുണ്ട്. പക്ഷേ പാപം വസിക്കുന്നുണ്ടെങ്കിലും ആ പാപത്തെ അമർച്ച ചെയ്യുവാനുള്ള കരുത്ത് ആത്മശക്തിയാൽ നമ്മൾ പ്രാപിക്കണം. എന്തിനാ നമ്മുടെ മീറ്റിങ്ങുകളിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്നത്? എന്തിനാ ഒരു ഗായകൻ നിന്നുകൊണ്ട് ആലോചനകൾ പറഞ്ഞ് നമ്മളെ ചാർജ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഓരോ പാട്ടിനിടയ്ക്കും നമുക്ക് അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ നൽകി, വാചകങ്ങൾ നൽകി നമ്മളെ ചാർജ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മൾ ഈ ആത്മശാക്തീകരണം പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്തിന്? അവസരം അനുകൂലമായി ഒത്തുകിട്ടുമ്പോൾ പാപം നമ്മളെ കൊണ്ട് തിന്മ ജയിക്കുന്നതിനെതിരെ ചെറുത്ത് നിൽക്കുവാൻ കരുത്തുള്ളവരാകാൻ. പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുമ്പോൾ വെറുതെ നൃത്തം ചെയ്താലും അന്യഭാഷ പറഞ്ഞാലും പോരാ. അവസരം അനുകൂലമായി ഒത്തുകിട്ടുമ്പോൾ നമ്മളെ കൊണ്ട് അരുതരുതാത്തത് ചെയ്യിക്കേണ്ടതിന്
പാപം മുതിരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അടങ്ങെന്ന് പറയാനുള്ള ആത്മിക കരുത്ത് പ്രാപിക്കാനാണ് നമ്മൾ ഈ ആരാധനയിൽ സംബന്ധിക്കേണ്ടത്, വചനം കേൾക്കേണ്ടതും വചനം അറിയേണ്ടതും. എന്തിനാ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്? എന്തിനാ? ആത്മീയ കരുത്തുള്ളവരായി മാറാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അരുതരുതാത്തതിൻ്റെ ഒന്നും മുമ്പിൽ മുട്ടുകുത്തിപ്പോകാതെ കരുത്തോടെ നിൽക്കാൻ കഴിയണം. ദാവീദ് സങ്കീർത്തനം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ ആളാണ്, അറിയാമോ? ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എത്ര ഭയങ്കര ദൈവശാസ്ത്രമാണെന്നറിയാമോ? ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ വ്യാഖ്യാനിച്ച് കേൾക്കാറുണ്ടല്ലോ, എന്ന ഉജ്ജ്വല ചിന്തകളാണ് അതിനകത്ത്. ഈ സങ്കീർത്തനങ്ങളെല്ലാം കൂടി എഴുതി വെച്ച പുള്ളിയാണ് ഒരു കിളിവാതിൽ തുറന്നു കിടന്നതിനകത്തൂടെ നോക്കിക്കൊണ്ട് നിന്ന് കുറേ നേരം. കിളിവാതിൽ തുറന്നു കിടക്കുക സന്ധ്യയാകാറായ നേരത്തെ എന്ന അധ്യായത്തിൻ്റെ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം സന്ധ്യയാകാറായ നേരത്ത് ദാവീദ് ഇങ്ങനെ ഉലാത്തുമ്പോൾ ഒരു കിളിവാതിൽ തുറന്നു കിടന്നു, അതിനകത്തോടെ നോക്കി. സന്ധ്യാകാറായ നേരത്ത് നോക്കുമ്പോൾ അദ്ദേഹം മിക്കവാറും പടിഞ്ഞാറൻ ചക്രവാളമായിരിക്കാം നോക്കിയത്. പടിഞ്ഞാറൻ ചക്രവാളം എന്നൊക്കെ പറഞ്ഞാൽ സന്ധ്യാകാറായ നേരത്ത് ഈ അസ്തമനകിരണത്തിൻ്റെ ചെഞ്ചായം കൊണ്ട് പ്രകൃതി ഇങ്ങനെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നേരമാണ്. പറവകൾ ഇങ്ങനെ ചേക്കേറുന്നു, തൊഴിലാളികൾ ജോലി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ കാണാൻ കൊള്ളാവുന്നൊരു സമയമാണ് ഈ പടിഞ്ഞാറൻ ചക്രവാളം, സന്ധ്യാകാറായ. അങ്ങനെ നോക്കി പല കാഴ്ച കണ്ട കൂട്ടത്തിലാണ് ഊര്യാവിൻ്റെ ഭാര്യയുടെ ശരീരശാസ്ത്രം കണ്ടത്. സങ്കീർത്തനം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ പുള്ളി ഒറ്റ നിമിഷം കൊണ്ട് തരികട ദിത്തയിന്ന് തറയിൽ പോയി. മനസ്സിലായോ? ആ രാത്രിയിൽ അവൾ കൊട്ടാരത്തിൽ വരേണ്ടി വന്നു. അരുതരുതാത്തതൊക്കെ സംഭവിച്ചു. കണ്ടില്ലേ? ഒറ്റ നിമിഷം കൊണ്ട്, കാഴ്ച കൊണ്ട് പാപമകത്ത് കയറി. കണ്ണിലൂടെയോ കാതിലൂടെയോ നാവിലൂടെയോ സ്പർശനത്തിലൂടെയോ അരുതരുതാത്തത് കണ്ട് കേട്ട് തൊട്ട് രുചിച്ച് കഴിച്ച് കുടിച്ച് ഉടുത്ത് അങ്ങനൊക്കെ പാപം നമ്മിലേക്ക് വ്യാപരിക്കുക. മനസ്സിലായല്ലോ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുതെന്ന് പറഞ്ഞ് സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പ് കൊറോണ നിമിത്തം ആരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ ഇല്ല എല്ലാവരും. കാരണം എവിടെങ്കിലും പോയി തൊട്ട് പോയാൽ ആരും കൂടെ വരും? കൊറോണ. മനസ്സിലായില്ലേ? കൊറോണ അങ്ങനെ വരും. പക്ഷേ പാപം അതിനേക്കാൾ വേഗത്തിൽ വ്യാപരിക്കുന്നൊരു അണുവായി മാറുന്നു. ദാവീദ് അടക്കമുള്ളവർ വീണുപോയി. ദാവീദ് ഒറ്റയടിക്ക് വീണുപോയി ആ ശരീരശാസ്ത്രത്തിൻ്റെ മുൻപിൽ. പിന്നെ ഊര്യാവിൻ്റെ ഭാര്യയെ അവൻ സ്വന്തമാക്കാൻ ഊര്യാവിനെ കൊന്നുകളയുന്നു. അങ്ങനെയൊക്കെയുള്ള കിരാതമായ നരാധമമായ പ്രവൃത്തിയിലേക്ക് നോക്കിക്കേ. അപ്പം നമ്മളെ അകത്ത് വസിക്കുന്ന പാപം അതിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളെ പല നീചകാര്യങ്ങൾക്കും ഏർപ്പെടുത്തും. മനസ്സിലായില്ലേ? പക്ഷേ കേൾക്കണോ നിങ്ങൾക്ക്? മറ്റൊരു ഭക്തനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. യോസഫ്, ചെറുപ്പക്കാരന, സുമുഖന, കോമളന, സുനേത്രന. അവൻ്റെ അരികിലേക്ക് വന്നിട്ടൊരു സ്ത്രീ അവളുടെ സകല പണിയും പഠിച്ച പണി 18 നോക്കി. പക്ഷേ അവളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്: നിന്നോട് ഈ മഹാദോഷം ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. അപ്പം നമ്മിൽ അധിവസിക്കുന്ന പാപത്തെ തന്നെ പിടിച്ച് അടക്കാനുള്ള കരുത്ത് ആത്മശക്തിയാൽ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സങ്കീർത്തനം എഴുതിയ ദാവീദാണെങ്കിലും ദാവീദിനെ കുറിച്ച് പറയാത്ത ഒരു കാര്യം യോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആത്മാവകത്തുള്ള യോസഫ്. ജാതീയ രാജാവായ ഫറവോൻ പറയുന്നു, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? ദൈവാത്മാവുള്ള ഇവനെ പോലെ. സ്തോത്രം. പാട്ടിൻ്റെ താളം ഉയരുമ്പോൾ, കീബോർഡിൻ്റെ കറുത്തതും വെളുത്തതുമായ കട്ടകളിലൂടെ വിരലുകൾ ഓടുമ്പോൾ, വലിച്ചു കെട്ടിയ കമ്പിയിൽ വിരലുകൾ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന നാദലയത്തിൻ്റെ ഉന്മാദത്തിൽ കാണിക്കുന്ന എന്തെങ്കിലും ഒരു ഇടപാടല്ല ആരാധന. ഒറ്റയ്ക്കിരിക്കുമ്പോഴും പാപം വന്ന് തട്ടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അടങ്ങെന്ന് പറയാനുള്ള ഒരു ആത്മിക കരുത്താണ്, അഭിഷേകം. അതാണ് ആരാധനയിൽ നമുക്ക് വേണ്ടത്. ഏതെങ്കിലും വിധത്തിലേക്ക് മൂക്കുകുത്തിപ്പോകുന്ന ഒരു അനുഭവമല്ല. പാപ ജീവിതം നയിക്കാതെ ആത്മാവിൽ ബലത്തോടെ നിൽക്കാൻ പറ്റുന്നതാണ്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇങ്ങനെ പറയാം, ഈ ശരീരത്തിൽ ഇരുട്ടിൻ്റെ അംശം ഒട്ടുമില്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു അനുഭവം. ശരീരം കറുത്തിരിക്കട്ടെ വെളുത്തിരിക്കട്ടെ, നീളമുള്ളതോ നീളം കുറഞ്ഞതോ, വണ്ണം കൂടിയതോ വണ്ണം കുറഞ്ഞതോ, അംഗവൈകല്യം ഉള്ളതോ ഒരു വൈകല്യം ഇല്ലാത്തതോ, ഒരു ശരീരം ഉണ്ടല്ലോ. സ്വന്തം ശരീരത്തിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? ചുമ്മാതാ കണ്ണാടിയുടെയൊക്കെ മുമ്പിൽ നിന്ന് നമ്മൾ വെറുതെക്കുന്ന കണ്ടിട്ടില്ല. എൻ്റെ ഒരു മൂക്ക്, എൻ്റെ ഒരു കവിള്, എൻ്റെ ഒരു നീളം, എൻ്റെ ഒരു നീളം കൂടിയത്, എൻ്റെ ഒരു നീളം കുറവെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആകപ്പാടെ പരാതിപ്പെടാറുണ്ട്. നമ്മുടെ മൂക്കും ആരണ്ടര മൂക്കും കൂടെ തമ്മിൽ താരതമ്യപ്പെടുത്തുക നമ്മുടെ നെറ്റിയും ആരണ്ടര നെറ്റിയും. മനസ്സിലായോ? ഇങ്ങനെ ആകപ്പാടെ താരതമ്യപ്പെടുത്തി നമുക്ക് നമ്മളെ തന്നെ സത്യത്തിൽ ഇഷ്ടമല്ല. അതാണ് എൻ്റെ സംഗതി. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, നമുക്ക് വേണ്ടതൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. നമുക്ക് പറ്റിയ ഒരു നിറം, നമുക്ക് പറ്റിയ നീളം, നമുക്ക് പറ്റിയ വണ്ണം, നമുക്ക് പറ്റിയതൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ കർത്താവ് നമ്മളോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല. നമ്മളെ സ്നേഹിക്കണം. എന്നിട്ട് സ്നേഹിക്കേണ്ട വേറൊരു കാര്യം,
ഈ എൻ്റെ ശരീരം എൻ്റേതല്ല, കർത്താവിൻ്റേതാണ്. നോ യു നോട്ട് ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ അറിയുന്നില്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇരുട്ടിൽ ആയാലും വെളിച്ചത്തിലായാലും, ഒറ്റയ്ക്കായാലും കൂട്ടത്തിലായാലും, കണ്ടോ, നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമായി വിട്ടുകൊടുത്തുകൊണ്ട് ഇരുട്ടിൻ്റെ ദംശനമില്ലാതെ, ഇരുട്ടിൻ്റെ സ്വാധീനതയില്ലാതെ ജീവിതത്തെ സൂക്ഷിക്കാൻ കഴിയണം. അപ്പോഴും ഓർത്തോണം, പാപം നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. അതിനെ പിടിച്ചടക്കിക്കൊണ്ട് മുമ്പോട്ട് പോകും. അതാണ് റോമാലേഖനം 7:20 വാക്യം. ഇങ്ങനെ 7-ാം അധ്യായം എന്ന് പറയുന്നത് ഇങ്ങനെ പോരാട്ടം നടത്തി ജയിക്കാൻ കഴിയുക, അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ 5-ാം അധ്യായത്തിൽ ദൈവത്തോട് നമ്മൾ നിരപ്പായി, 6-ാം അധ്യായത്തിൽ യേശുവിനോട് നമ്മൾ എന്ത് ചെയ്തു? ഏകീഭവിച്ചു. 7-ാം അധ്യായത്തിൽ എന്തോ ചെയ്യുന്നു? പാപത്തോട് നമ്മൾ ജയം പ്രാപിച്ചു, വിശുദ്ധീകരണത്തിൽ നിൽക്കുന്നു. വിശുദ്ധീകരണം, പ്രൈസ് ദ ലോർഡ്. ഇനി വിശുദ്ധീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ ഞാൻ പറയാം. എന്താണ് വിശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞാൽ? വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ടു ബി സെപ്പറേറ്റഡ് ഫോർ ഗോഡ് ഓൺലി. ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടത്, അതാണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ. ടു ബി സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ് ഓൺലി, ടു ബി സെപ്പറേറ്റഡ് ഫോർ ഗോഡ് ഓൺലി. ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടത്. പല ചില കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതല്ല വിശുദ്ധീകരണം. പിന്നെന്താണ്? ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി മാത്രം. വീട്ടിൽ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബക്കറ്റ് ഉണ്ടാവും, അല്ലേ? പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അതിനകത്ത് നമ്മൾ കഴുകിയ തുണിയെല്ലാം കൂടെ വാരി ഉണക്കാൻ വിരിക്കാൻ കൊണ്ടുപോകാം. ചിലപ്പോൾ അതിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പാത്രങ്ങൾ ചിലതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. ആലയത്തിലെ പാത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വോത്രകാഴ്ച എടുക്കുന്ന പാത്രങ്ങൾ അതിനു വേണ്ടി മാത്രമാണ്. അപവീഞ്ഞുങ്ങൾ എടുക്കുന്ന പാത്രങ്ങളുണ്ട്, അതിനകത്താണോ സാമ്പാർ വിളമ്പെന്ന്? മാസികം വന്നാലും വേറെ ഏത് മീറ്റിംഗ് വന്നാലും ഈ പാത്രങ്ങൾ അതൊന്നും ഉപയോഗിക്കാറില്ല, അതിനുവേണ്ടി മാത്രം. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവത്തിനു വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടതാണ്. ഇതിനകത്ത് ലോകം വിളമ്പരുത്, ഇതിനകത്ത് പിശാചിൻ്റെ ചിന്തകൾ വിളമ്പരുത്, ഇതിനകത്ത് ലൗകികതയും ലൈംഗികതയുമാകരുത്. നിയമവിരുദ്ധ ലൈംഗികതയാണ് ഞാൻ പറയുന്നത്. ദൈവം അനുവദിച്ച ലൈംഗികതയുണ്ട്, നിയമവിരുദ്ധ ലൈംഗികതയുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകാതെ നമ്മുടെ ശരീരത്തെ അതിൻ്റേതായ നിലയിൽ വിശുദ്ധ പാത്രങ്ങളായി സൂക്ഷിക്കാൻ കഴിയണം. ടു ബി സെപ്പറേറ്റഡ് ഫോർ ഗോഡ് ഓൺലി. കണ്ടോ, അങ്ങനെ നമുക്ക് നമ്മെ കാക്കാൻ കഴിയണം. അതാണ് വിശുദ്ധീകരണം 7-ാം അധ്യായം. ഓക്കെ, അപ്പം നോക്കിക്കേ, ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത് 8-ാം അധ്യായത്തിൽ നിങ്ങളെ കൊണ്ടുവരാനാണ്. 5-ാം അധ്യായം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു, 6-ാം അധ്യായം ക്രിസ്തുവിനോട് നമ്മൾ ഏകീകരിച്ചു, 7-ാം അധ്യായത്തിൽ പാപത്തോട് പോരാടി നമ്മൾ എന്തോ ചെയ്തു? വിശുദ്ധീകരണത്തിലായി. ഇത് മൂന്നും അങ്ങനെ സാധ്യമായവർക്ക് 8-ാം അധ്യായത്തിൽ മഹത്വീകരണം. മഹത്വീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ദ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തേജസ്കരണം. ഹല്ലേലൂയ. നമുക്കൊരു തേജസ്കരണമുണ്ട്. അത് കേട്ടൊരു സ്വോത്രം പറയാൻ തോന്നുന്നില്ലേ? നമുക്ക് എന്തോ ഉണ്ട്? തേജസ്കരണമുണ്ടെന്ന്. നമ്മൾ ആരെപ്പോലെ ആകുമെന്ന വിശ്വസിക്കുന്നത്, പ്രത്യാശിക്കുന്നത്? അവനിരിക്കും പോലെയാകും. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ഓർമ്മയുണ്ടോ? റോമർ 8:18 എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മിൽ വെളിപ്പെടാനൊരു തേജസ്സുണ്ട്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ഒരു തേജസ് വെളിപ്പെടുമെന്നുള്ളത്? നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്. നമ്മുടെ ഈ പ്രകൃതമൊക്കെ അങ്ങ് മാറുമെന്നേ, നമ്മുടെ ഈ അവസ്ഥയൊക്കെ അങ്ങ് മാറും. ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ വാങ്ങിച്ച് പൊട്ടി അടിക്കുന്ന പോലെ മുഖത്ത് അടിച്ച് പിടിപ്പിച്ച് കൊണ്ട് നടക്കുക. നമ്മൾ സൗന്ദര്യ സംവർദ്ധക സാധനങ്ങൾക്ക് എത്ര രൂപയാണ് പ്രതിമാസം ചിലവഴിക്കുന്നത്? എന്നിട്ട് നമ്മുടെ ഷേപ്പ് ഇതൊക്കെ തന്നെയാണ്. നല്ലപോലെ വേർത്താൽ അറിയാം നമ്മുടെ തനി ഷേപ്പ്. മനസ്സിലായില്ലേ? നമ്മളിതെല്ലാം വാരി പൊട്ടി അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ട് നടന്നാലും വേർത്ത് പോയെങ്കിൽ, ഇതുപോലെ AC ഹോളിലൊക്കെ, ഗ്രേസ് മിനി ഹോളിലൊക്കെ എന്നും 24 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. AC ഓഫ് ചെയ്താൽ വിവരം അറിയാം, നമ്മുടെ ഒറിജിനൽ രൂപം വെളിപ്പെട്ടു വരും. മനസ്സിലായില്ലേ? പക്ഷേ നമുക്കൊരു തേജസ് വരാൻ പോവുകയാണ്. ഓ, എത്ര പേര് സന്തോഷിക്കുന്നുണ്ട് ആ കാര്യത്തിൽ? പ്രൈസ് ദ ലോർഡ്. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പണ്ട് നമ്മൾ തേജസ് ഉള്ളവരായിരുന്നു. ആദമനെ ഹവ്വയൊക്കെ ഏദൻ തോട്ടത്തിൽ ദൈവം നിർമ്മിച്ചാക്കി. ദൈവത്തോട് കൂടെ അവർ നടന്നിരുന്ന കാലത്ത് തേജസ്സിനാൽ ഉടുക്കപ്പെട്ടവരായിരുന്നു. തലയിൽ അവർക്ക് കിരീടമുണ്ടായിരുന്നു. സകലത്തെയും അടക്കി വാഴാനാണ് അവരെ ഏൽപ്പിച്ചു വെച്ചത്. അടക്കി വാഴുന്നവരുടെ മേൽ എന്തോ ഉണ്ട്? കിരീടമുണ്ട്. അവർക്ക് തേജസ്സുണ്ടായിരുന്നു. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലെ വാക്യമുണ്ട്, നീ എൻ്റെ തേജസ് എന്നിൽ നിന്ന് ഊരിയെടുത്തു.
എൻ്റെ കിരീടത്തെ നീ തട്ടിക്കളഞ്ഞു. കണ്ടോ, അത് ആദിമ മനുഷ്യൻ്റെ ചരിത്രമാണ് പറയുക. തേജസ് ഊരിയെടുത്തു ദൈവം എന്ന് പറഞ്ഞാൽ തേജസ് ഉടുക്കപ്പെട്ടവൻ പാപത്തിൻ്റെ നിയോഗത്തിലേക്ക് പോയപ്പോൾ ദൈവം അത് എടുത്തു മാറ്റി. അപ്പോൾ പാപത്തോട് പോരാടി ജയം പ്രാപിക്കുന്നവന് നാളെ ഒരു തേജസ്കരണമുണ്ട്. അത് നമ്മുടെ വലിയ പ്രത്യാശയാണ്. പാപത്തോട് പോരാടുന്നതിൽ നമ്മൾ തോറ്റുപോകരുത്. പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. പാപത്തെക്കുറിച്ച് ഞാൻ അത്രയും കാര്യങ്ങൾ 7-ാം അധ്യായത്തിൽ പറഞ്ഞതുകൊണ്ട് പാപത്തോട് ജയം പ്രാപിക്കുന്ന ഒരാൾക്ക് മാത്രമേ നാളെ തേജസ്കരണം ഉണ്ടാകൂ. മറന്നുപോകരുത്. പ്രൈസ് ദി ലോർഡ്. പാപത്തെക്കുറിച്ച് 1-2 ചിന്ത കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത് വാക്യത്തിലാണ് വേദപുസ്തകത്തിൽ പാപമെന്ന പദം ആദ്യം കാണുന്നത്. എവിടെയാ? ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ ദൈവം കയ്യനോട് പറയുന്നു, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. അപ്പോൾ അവിടെയാണ് വേദപുസ്തകത്തിൽ പാപമെന്ന പദം ആദ്യം നമ്മൾ കാണുന്നത്. അവസാനം കാണുന്നത് എവിടെയാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആദ്യം കുറിച്ചോണം ഈ ചിന്തകൾ. വെളിപ്പാട് പുസ്തകം 18-ന്റെ 5-ാം വാക്യത്തിലാണ് പാപമെന്ന പദം പുസ്തകത്തിൽ അവസാനമായി കാണുന്നത്. ഉൽപ്പത്തി 4-ന്റെ 7 മുതൽ വെളിപ്പാട് 18-ന്റെ 5 വരെയുള്ള വേദഭാഗങ്ങൾ മുഴുവനും പരിശോധിച്ച് വന്നാൽ 570 പ്രാവശ്യം പാപമെന്ന പദം വേദപുസ്തകത്തിലുണ്ട്. 570 പ്രാവശ്യം. അതിലേറ്റവും കൂടുതൽ 55 പ്രാവശ്യം ഒറ്റ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന റോമാലേഖനത്തിലാണ്. റോമാലേഖനത്തിൽ 55 പ്രാവശ്യമാണ് പാപമെന്ന പദം കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? പാപത്തോട് പോരാടണമെന്ന ശക്തമായ ഉപദേശമാണ് വേദപുസ്തകം നമുക്ക് നൽകുന്നത്. മാനവജാതിയെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞത് പാപമെന്ന മാരക ശക്തി കൊണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് കൃപ തന്നത്, നമുക്ക് ആത്മശക്തി നൽകിയത്, നമുക്ക് തിരുവചന സത്യങ്ങൾ നൽകി തന്നത് എന്തിനോട് പോരാടാനാ? പാപത്തോട് പോരാടാൻ. പാപത്തെ പുൽകാനല്ല, പാപത്തോട് പോരാടാൻ, പാപത്തോട് ചെറുത്തു നിൽക്കാൻ, പാപത്തോട് അകന്നു നിൽക്കാൻ, പാപത്തെ പടിക്ക് പുറത്താക്കാനാ നമുക്ക് ആത്മശക്തി നൽകി തന്നിരിക്കുന്നത്. പാപത്തിൻ്റെ നീളം കരങ്ങളെ തട്ടിമാറ്റുന്നവനാണ് യഥാർത്ഥ ആത്മീയൻ. മറന്നുപോകരുത് ഒരിക്കലും. പാപവുമായി കൈ കൊടുക്കുന്നവനല്ല, പാപത്തിൻ്റെ നീളം കരങ്ങളെ തട്ടിമാറ്റണം. അത്തരം പറഞ്ഞതുകൊണ്ട് ഇടയ്ക്ക് വേറൊരു വിചാരം കൂടെ തരാം. എന്തെന്നാണ് ഈ പാപം എന്ന് പറഞ്ഞാൽ? വാട്ട്സ് ദ മീനിങ് ഓഫ് സിൻ? എന്താണ് പാപം? എന്തിനെയാണ് നമ്മൾ പാപമെന്ന് പറയാവുന്നത്? വ്യഭിചാരം, കൊലപാതകം, മോഷണം അടക്കം 5-6 കാര്യങ്ങൾ നമ്മൾ പട്ടികയിലാക്കിയിട്ടുണ്ട്. അതിനെയാണ് പാപമെന്നാണ് നമ്മൾ സാധാരണ പറയുക. അത് പാപം അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പാപം തന്നെയാണ്. പക്ഷെ പാപം എന്നാൽ എന്ത് എന്ന് നമ്മളോട് നാളെ ആരെങ്കിലും ചോദിച്ചാൽ, നമ്മുടെ തലമുറ ചോദിച്ചാൽ, മറുപടി ഉത്തമമായി പറയണം. എന്താണ് പാപം? 3 ചിന്തകൾ ഞാൻ തരാം. എന്താണ് പാപമെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി. ഒന്നാമത്തേത്, അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. സമ്മതിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം എന്തുമാണ്? പാപമാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഞാൻ ദൈവദാസിയാ, ദൈവദാസനാ, ദൈവത്തിൻ്റെ മകനാ, ദൈവത്തിൻ്റെ മകളാന്നൊക്കെ നമ്മൾ അവകാശപ്പെടുകയും നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതെന്തുമാണ്? പാപമാണ്. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവം വിശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും മഹത്തായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ലേവ്യ പുസ്തകം 19-ന്റെ 2-ാം വാക്യം. ലേവ്യ 19-ന്റെ 2, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധൻ. അപ്പം ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി വരുന്നതിനെ എല്ലാം എന്തോ വിളിക്കണം? പാപമെന്ന് വിളിക്കണം. രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ സനാതന വചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ, അത് സാധാ വചനമല്ല, സനാതന വചനമാണ്, സത്യവചനമാണ്, നിത്യവചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്, ഭേദഗതി വേണ്ടാത്ത വചനമാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം എഴുതപ്പെട്ടതിന് ശേഷം എത്ര പ്രാവശ്യം ഭേദഗതിക്ക് വിധേയമായിട്ടുണ്ടെന്നറിയാം? 100-ലധികം പ്രാവശ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതിക്ക് വിധേയമായിട്ടുണ്ട്. ഓരോ മന്ത്രിസഭ വരുമ്പോഴും ഭരണഘടന എടുത്തു വെച്ച് ഭേദഗതി ചെയ്യും. അവർ ചില നിയമങ്ങൾ മാറ്റും, ചിലത് വെട്ടിക്കയറ്റും അതിനകത്തേക്ക്, ചിലത് വെട്ടി മാറ്റും. ഭേദഗതിക്ക് വിധേയമാകുന്നുണ്ട് ഭരണഘടന. അത് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളുടെയും. പക്ഷെ ഇന്ന് വരെ ഭേദഗതി വേണ്ടാത്ത ഒരൊറ്റ നിയമസംഹിതയുള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. എല്ലാം മാറിപ്പോകും. എല്ലാം മാറി മാറി വരുമ്പോഴും വചനത്തിന് മാത്രം എന്തോ ഇല്ല? ഭേദഗതിയില്ല, മാറ്റമില്ല. അതുകൊണ്ടാണ് പറഞ്ഞ സനാതന വചനം. ആ സനാതന വചനത്തിന് വിരുദ്ധമായതെല്ലാം എന്തുമാണ്? പാപമാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം എന്താ? പാപമാണ്. 2, ദൈവത്തിൻ്റെ സനാതന വചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. അപ്പോൾ പാപത്തിൻ്റെ വിശാലമായ അർത്ഥതലം മനസ്സിലായോ?
ദൈവത്തിൻ്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തോ ചെയ്തു? പാപം ചെയ്തു. വചനത്തിന് വിരുദ്ധം. വചനത്തിനകത്ത് അരുത് 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 എന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെയ്യണം 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 ചെയ്യണം, വേണം 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 എന്ന് ഒത്തിരി കാര്യങ്ങൾ, വേണ്ട 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 എന്ന് ഒത്തിരി കാര്യങ്ങൾ. ഇത് രണ്ടിനും മാറ്റമുണ്ടാകരുത്. അരുതുകളെ അവഗണിക്കരുത്. ചെയ്യണമെന്ന് പറയുന്നതിനെ ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. ദൈവവചനം അനുശാസിക്കുന്നത് മുഴുവനും കൃത്യതയോടെ ചെയ്യാൻ കഴിയുമ്പോഴാണ് പാപമില്ലാത്തവരായി ജീവിക്കാൻ പറ്റുക. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ചിന്ത കേട്ടോണം. ദൈവസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായതൊക്കെ പാപമാണ്. ദൈവസഭയ്ക്കൊരു സംസ്കാരമുണ്ട്. സഭയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അഭിഷേക സംസ്കാരമാണ്. അഭിഷേക സംസ്കാരം വായിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്യം? അഭിഷേകത്തിൻ്റെ സംസ്കാരം. അവൻ യഹോവയുടെ ആലയം വിട്ട് പുറത്തു പോകരുത്, യഹോവയുടെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, യഹോവയുടെ വിശുദ്ധ തൈലമായ അഭിഷേക സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു. എന്തോ ഉണ്ട് നമ്മുടെ തലമേൽ? അഭിഷേക സംസ്കാരം. അഭിഷേകത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. അതാണ് അഭിഷേകം. അഭിഷേകം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ മേലുള്ള ഒരു സംസ്കാരത്തെ തിരിച്ചറിയണം. അഭിഷേക സഭയുടെ സംസ്കാരമാണ് അഭിഷേക സംസ്കാരം. ഭാരത സംസ്കാരം, അമേരിക്കൻ സംസ്കാരമോ ചൈന സംസ്കാരമോ അല്ല നമുക്കുള്ളത്. നമ്മുടെ സംസ്കാരം ഏതാ? അഭിഷേകത്തിൻ്റെ സംസ്കാരം. എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്? വാക്യം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വാക്യം എവിടെ? ലേവ്യ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ആരും മറക്കരുത്. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ആരും, ഓൺലൈനിലടക്കമുള്ളവർ മറന്നു പോകരുത്. ലേവ്യ 21:12 അഭിഷേക സംസ്കാരം. കണ്ടോ? അതിൻ്റെ മലയാള ബൈബിളിൽ അഭിഷേക സംസ്കാരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളാണ് ഒന്നുകൂടെ ശ്രേഷ്ഠം. ആ പ്രയോഗം പഠിക്കാൻ. ദ ക്രൗൺ ഓഫ് അൻ അനോയിൻമെൻറ്റ്. ദ ക്രൗൺ. വാട്ട് ഇസ് ദ മീനിങ്? ക്രൗൺ, കിരീടമെന്നാണ്. കിരീടം. അപ്പം നമ്മളെ എന്തോ ധരിപ്പിച്ചിരിക്കുന്നു? നമ്മളെ എന്തോ ധരിപ്പിച്ചിരിക്കുന്നു? കിരീടം ധരിപ്പിച്ചിരിക്കുന്നു. സ്വത്രം പറയുന്നില്ലല്ലോ നിങ്ങളാരും. തലേ തപ്പി നോക്കിയിട്ട് തലയിലിട്ടിരിക്കുന്ന തട്ടമല്ലാതെ കിരീടം കാണുന്നില്ലല്ലേ? പ്രൈസല്ലോ. പുരുഷന്മാർക്ക് തട്ടവും ഇല്ല, അപ്പോൾ വെറുതെ ഒരു തലയാ. പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. അഭിഷേകത്തിൻ്റെ ഒരു കിരീടം നമ്മുടെ മേലുണ്ട്. ജീവിതം കൊണ്ടത് വെളിപ്പെടുത്തണം. എൻ്റെ തലയിൽ എന്തോ ഉണ്ട്? കിരീടമുണ്ട്. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും അല്ലാതെ ആയാലും വീട്ടിലിരിക്കുമ്പോഴായാലും എൻ്റെ തലയിൽ എന്തോ ഉണ്ട്? കിരീടമുള്ള ആരാ? കിരീടമുള്ളത് ആരാ? ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ്റെ ആളുകൾക്കാണോ? ചുമട്ട് തൊഴിലാളികൾക്കാണോ കിരീടമുള്ളത്? അല്ല. പിന്നെ ആർക്കാ കിരീടമുള്ളത്? രാജാവിനും രാജ്ഞിക്കുമാണ് കിരീടം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ദൈവം ആരാക്കി മാറ്റിയിരിക്കുന്നു? രാജകീയ പുരോഹിത വർഗമാക്കി. അഭിമാനമുണ്ടോ അതിനകത്ത്? സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് കിരീടം തന്നിട്ടുണ്ടെന്ന്. അഭിഷേകത്തിൻ്റെ കിരീടം. ലേവ്യ 21:12 ഒരിക്കലും മറക്കരുത്. കർത്താവിൻ്റെ കിരീടം ധരിപ്പിച്ചിരിക്കുന്നു. അത് നമ്മുടെ ഒരു അഭിമാനമാണ്. അറിയാമോ? അങ്ങനെയാണ് ഞാനും ചോദിച്ചോട്ടെ, ഒരു സ്വകാര്യമായൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനിങ്ങനെ ചോദിച്ചെന്ന് വേറെ ആരോടും പറയരുത്. അഥവാ പറഞ്ഞാൽ അവരോട് പറയണം, വേറെ ആരോടും പറയരുത്. രഹസ്യമായൊരു കാര്യം ചോദിക്കുക. കിരീടമുള്ള ഒരു രാജാവ് ഒരു പന്ന കൈലിയൊക്കെ കൊടുത്ത് തലേ കിരീടം വെച്ച് ഏതെങ്കിലും തട്ടുകടയിൽ ഒരു ചായ കഴിക്കാൻ പോയി നിൽക്കുന്ന കാണിച്ചു തരാമോ? കിരീടം വെച്ച ഒരു രാജാവ് ഒരു പന്ന കൈലിയൊക്കെ കൊടുത്തിട്ട് തട്ടുകടയിൽ പോയി, ചേട്ടാ 2 ദോശ ഇച്ചിരി ചമ്മന്തി ഇങ്ങനെ ഒരു ആംപ്ലേറ്റും കൂടെ, താറാവാണെങ്കിൽ സിംഗിൾ മതി, കോഴിയാണെങ്കിൽ ഡബിൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും വഴിവെക്കി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? രാജാവിന് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം കിരീടത്തിൻ്റെ വില സൂക്ഷിച്ചേ പറ്റുള്ളൂ. ഒരു പന്ന നൈറ്റിയൊക്കെ ഇട്ടൊരു തോർത്ത് പോലും തോളത്തിടാതെ ചേച്ചിയെ അത്താഴമൊക്കെ ആയോ എന്ന് പറഞ്ഞ് വീട് വീടാൻ ഒരു രാജ്ഞി നടക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. മറ്റുള്ളവരുടെ കൊതിയും പറഞ്ഞ് നുണയും പറഞ്ഞ് പൈശന്യവും കുശുമ്പും അസൂയയും അവിടെ ഇവിടെയും കൂട്ടിപ്പിടിപ്പിച്ച് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതെല്ലാം കൂടെ ലോഡ് ചെയ്ത് അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്ത് ആ വീട്ടിൽ നിന്ന് കിട്ടിയതെല്ലാം കൂടെ അവിടെ നിന്ന് വേറൊരു വീട്ടിൽ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്ത് ഇങ്ങനെ ലോഡിങ് ആൻഡ് അൺലോഡിങ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പറഞ്ഞ് പരത്തി നടന്നാലും യേശുവിനെ കുറിച്ച് ഒരു വാക്കും പറയത്തില്ല. ബാക്കി എല്ലാം പറയും. ഇങ്ങനെ രാജ്ഞിയെക്കുറിച്ച് എന്ത് ചോദിക്കുക നിങ്ങൾ? പറ്റുന്നതായിരുന്നോ? രാജ്ഞിക്ക് പറ്റുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാജ്ഞിമാരും രാജാക്കന്മാരുമാണ്. അഭിഷേകത്തിൻ്റെ ഒരു സംസ്കാരം നമ്മിലുണ്ട്. നമ്മുടെ ഭക്ഷണത്തിലും ഭാഷണത്തിലും നമ്മുടെ ഉടയിലും നമ്മുടെ നടയിലും നമ്മുടെ വാക്കുകളിലും എല്ലാം 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 ജീവിതത്തിൻ്റെ സമസ്ത ചലനങ്ങളിലും ഓർത്തുകൊള്ളണം, അഭിഷേകത്തിൻ്റെ കിരീടം എനിക്കുണ്ട്. അതിൻ്റെ സംസ്കാരത്തോടെ ഇടപെടാൻ നമുക്ക് കഴിയണം. അതിൻ്റെ സംസ്കാരത്തോടെ പോകാനും വരാനും നമുക്ക് കഴിയണം. അതാണ് അതിൻ്റെ സംഗതി. ഓക്കെ, അപ്പോൾ നമ്മളെ തേജസ്കരണത്തിലേക്ക് വരുത്താൻ പോവുകയാണ് കർത്താവ്. തേജസ്കരണം. അതാണ് റോമാലേഖനം 8-ാം അധ്യായം വരെയുള്ള ചിന്തകളെ നമ്മൾ പഠിക്കുമ്പോൾ 9, 10, 11 എന്ന് പറയുന്ന അധ്യായങ്ങൾ, റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ, 3 അധ്യായങ്ങൾ ദൈവിക രക്ഷയും യഹൂദനുമായിട്ടുള്ള ബന്ധത്തിലാണ്. അത് സത്യത്തിൽ നമ്മളുമായിട്ടുള്ള ബന്ധമേ അല്ല. റോമാലേഖനം റോമാസഭയ്ക്ക് എഴുതുമ്പോൾ അവിടെയുള്ള യഹൂദന്മാരും കൂടെ തിരിച്ചറിയുവാൻ വേണ്ടി അവരോട് പറയുകയാണ്. 9-ാം അധ്യായത്തിൽ പറയുന്നു, ഇന്നലെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു,
10-ാം അധ്യായത്തിൽ പറയുന്നു, ഇന്ന് നിങ്ങളുടെ അനുസരണക്കേട് നിമിത്തം ദൈവം നിങ്ങളെ തിരസ്കരിച്ചു. 11-ാം അധ്യായത്തിൽ പറയുന്നു, മാനസാന്തരപ്പെട്ട് വന്നാൽ നാളെ ദൈവം നിങ്ങളെ പുനഃസ്ഥാപിക്കും. യഹൂദൻ്റെ തെരഞ്ഞെടുപ്പ് 9-ാം അധ്യായം, യഹൂദൻ്റെ തിരസ്കരണം 10-ാം അധ്യായം, യഹൂദൻ്റെ പുനഃസ്ഥാപനം 11-ാം അധ്യായം. ഇങ്ങനെ 9, 10, 11 ശ്രദ്ധിച്ചിട്ടുണ്ടോ? റോമാലേഖനത്തിൽ സങ്കീർത്തനത്തിലൂടെ നോക്കുന്നത് പോലെ വരികൾ അകത്തി പഴയ നിയമത്തിലൊന്ന് ഒത്തിരി ഉദ്ധരണികൾ എടുത്തു വെച്ചുകൊണ്ട് യഹൂദനെ ബോധവൽക്കരിക്കുകയാണ് പൗലോസ്. ഇന്നലെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പായിരുന്നു, ഇന്ന് നിങ്ങളുടെ തിരസ്കരണമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ ദൈവഹിത പ്രകാരം ജീവിച്ചില്ല, അതുകൊണ്ട് ദൈവം നിങ്ങളെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു, പ്രവാസത്തിലേക്ക് വിട്ടു. അസീറിയൻ പ്രവാസം, ബാബിലോണ്യ പ്രവാസം, മിസ്രൈമ്യ പ്രവാസം, ജാതികളെല്ലാം തേർവാഴ്ച നടത്തിയ അവരുടെ നാട്ടിലൂടെ. കനാൻ നാട് ദൈവം കൊടുത്ത പുണ്യനാടാണ്, വാഗ്ദത്ത ദേശമാണ്. ആ വാഗ്ദത്ത ദേശത്ത് അവർ ദൈവഭയത്തോടെ ജീവിച്ചില്ല. ദൈവം കൊടുത്ത പ്രമാണത്തെ അവർ പിറകിൽ എറിഞ്ഞു കളഞ്ഞു. അവരുടെ കുഞ്ഞുങ്ങളെ അവർ അന്യ ദൈവങ്ങൾക്ക് സമർപ്പിച്ചു. അവർ അഗ്നിപ്രവേശം ചെയ്യിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മനസ്സിലായോ? ജാതീയ ദേവീ ദേവന്മാർക്ക് നരബലിയായി മൃഗബലിയായിട്ടൊക്കെ അവരും ജാതികളെ പോലെ ചെയ്തു. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിലേക്ക് അവർ മാറി, വല്ലാത്ത ഗതികളിലേക്ക് അവർ നീങ്ങി. അതുകൊണ്ട് ജാതികൾ കയറി മേഞ്ഞു ആ നാടും നഗരങ്ങളും. ഇന്നും അവർക്ക് പള്ളി വയ്ക്കാൻ പറ്റിയിട്ടില്ല. അറിയാമോ? അവരുടെ മനോഹരമായിരിക്കുന്ന ആലയം നെബൂഖദ്നേസർ കുപ്പക്കുന്നാക്കി മാറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഹേരോദാവ് അത് പണിതു. ഹേരോദാവ് പണിത പള്ളി AD 70 തീത്തോസ് കൈസർ നശിപ്പിച്ചു കളഞ്ഞു. ഇന്നും അത് പണിയാൻ പറ്റിയിട്ടില്ല. അങ്ങനെ യഹൂദൻ നാമാവിശേഷമായി പോയി. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നലെ അവരെ തെരഞ്ഞെടുത്തു, ഇന്ന് അവരെ തിരസ്കരിച്ചു. ഇനി മടങ്ങി വരാൻ മനസ്സായാൽ നാളെ ദൈവം നിങ്ങളെ പുനഃസ്ഥാപിക്കും. അവർക്കൊരു പുനഃസ്ഥാപനമുണ്ട്, അവർക്കൊരു മടങ്ങിവരമുണ്ട്. ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് യഹൂദനെ ദൈവം മടക്കി വരുത്തും. അതാണ് 11-ാം അധ്യായം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ. റോമാലേഖനം 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ രക്ഷിതഗണത്തിൻ്റെ പ്രായോഗിക ഉപദേശമാണ്. രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും കർത്താവിനെ എങ്ങനെ സേവിക്കണം, എങ്ങനെ അറിയണമെന്നതിനെക്കുറിച്ചുള്ള പ്രായോഗിക ഉപദേശങ്ങളാണ് 12 മുതൽ 16 വരെ. 12-ാം അധ്യായം തുടങ്ങുന്ന വാക്യം ഓർമ്മയുണ്ടല്ലോ? എങ്ങനെ? സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ പാഠ്യപുസ്തകങ്ങളെയല്ല, വേദപുസ്തകങ്ങളെയല്ല, പിന്നെ നിങ്ങളുടെ സംഗീത ഉപകരണങ്ങളെയല്ല, പിന്നെ എന്തിനെ കൊണ്ടുവരണം? നിങ്ങളുടെ ശരീരങ്ങളെ. കണ്ടോ? 12-ാം അധ്യായം 1 മുതൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ കനത്ത ഉപദേശങ്ങളെ തരികയാണ്. 12, 13, 14, 15, 16 അധ്യായങ്ങൾ വാരി നിരത്തിയിട്ടുള്ള പ്രായോഗിക ക്രിസ്തീയ ജീവിതം, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഉപദേശ സംഹിതകളെ അനുസരിക്കാത്ത ഒരൊറ്റ വ്യക്തിക്കും ഡെലിവറൻസ് ഉണ്ടാകത്തില്ല. ഡെലിവറൻസ് ഉണ്ടാകണമോ, ദൈവത്തിൻ്റെ ഡെലിവറൻസ് സ്ഥായിയായി നിലകൊള്ളണമോ, നമ്മൾ ഈ ഉപദേശ സത്യങ്ങളെ പാലിച്ചേ പറ്റുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. 12 മുതൽ താഴേക്കുള്ള ഉപദേശ സംഹിതകളെ നിരത്തി വായിക്കണം. 12-ാം അധ്യായത്തിൽ മാത്രം ഏതാണ്ട് 21 വാക്യങ്ങളുണ്ടല്ലോ. 21 വാക്യങ്ങളിലായിട്ട് ഏതാണ്ട് 30 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം, സഹോദര പ്രീതിയിൽ നിലനിൽക്കണം, സ്തോത്രം ചെയ്യണം, തിന്മയോട് തോൽക്കാൻ പാടില്ല, നന്മയാൽ തിന്മയെ ജയിക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു 30 കൂട്ടം കാര്യങ്ങളാണ് 12-ാം അധ്യായത്തിൽ മാത്രം പറയുന്നത്. ഈ ലെവലിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പം ഞാനിതുവരെ റോമാലേഖനത്തെക്കുറിച്ച് മൊത്തത്തിലൊരു അവലോകനം ചെയ്യുകയാണ്. വായിച്ച വാക്യം അവിടെ കിടക്കും, നമുക്ക് ഓടി അങ്ങോട്ട് പോകാം. അല്പസമയം കൊണ്ട് ആ വാക്യത്തെ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് മടങ്ങി വരാം. നാളെ ഞാനാണല്ലോ അല്ലേ, നാളെയും കൂടെ എന്നെ സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ? ഏതാണ്? 10-ാം അധ്യായം 11-ാം വാക്യം. അവനിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകയില്ല. ജീവിതത്തിൽ നമ്മൾ ലജ്ജയിലേക്ക് മൂക്കുകുത്തി പോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിയോഗിയായ പിശാചിൻ്റെ മുമ്പിൽ കനത്ത ശബ്ദത്തോടെ പറയണം, ഞാൻ ലജ്ജിച്ചു പോകയില്ല. എത്ര പേർക്ക് പറയാൻ കഴിയും? തല കുനിഞ്ഞ് നടക്കേണ്ടി വരും, ഉപ്പൂറ്റി ഉറപ്പിക്കാൻ പറ്റില്ല, നട്ടല് വളഞ്ഞ് നിൽക്കും, നിവരത്തില്ല, 4 ആൾ കൂടുന്ന കവലയിൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അകത്തളങ്ങളിൽ അടയ്ക്കാൻ ശ്രമിക്കുന്ന പിശാചിനോടും അവൻ്റെ ആധിപത്യ വ്യവസ്ഥിതികളോടും പറയണം, ഞാൻ ലജ്ജിച്ചു പോകയില്ല. ലജ്ജിച്ചു പോകത്തില്ലെന്ന് നീ അങ്ങനെ കയറി പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്തുവാന്ന് പിശാച് ചോദിക്കുമ്പോൾ പറയണം, ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവിലാണ്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവില്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഞാൻ വിശ്വസിക്കുന്ന ഒരുവൻ അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് രാത്രിയിൽ ചിന്തിക്കണം, നമ്മൾ വിശ്വസിക്കുന്നവൻ്റെ ആധാരം എന്ത്? നമ്മൾ വിശ്വസിക്കുന്നവൻ്റെ
പ്രത്യേകത എന്താ? അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ലജ്ജിച്ചു പോകത്തില്ലെന്ന് അങ്ങനെ ഉറപ്പായിട്ട് പറയാനുള്ള അടിസ്ഥാന സംഗതി എന്താ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് യേശുവിൻ്റെ ദൈവത്വമാണ് പഠിക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കുന്നത് ആരിലാണ്? നമ്മൾ വിശ്വസിക്കുന്നത്? ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നത്? കർത്താവിൽ. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ അവൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ മലയാള ബൈബിളിൽ? നമ്മുടെ കർത്താവിന്, വീണ്ടെടുപ്പുകാരന്, കാലത്തിൻ്റെ കാരണഭൂതന്, ലോകത്തിൻ്റെ വിധികർത്താവിന്, നമ്മുടെ പ്രാണനാഥനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ആ കർത്താവിൻ്റെ മഹത്വം എന്താണെന്ന് ഞാനൊന്ന് പറയാം. റോമാലേഖനത്തിൽ നിന്ന് തന്നെ പറയാം. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ച്, യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പ്രത്യേകത എന്തുവെന്ന് അറിയണമല്ലോ. യേശുവിൻ്റെ പ്രത്യേകത അറിയാതെ അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന വാക്യത്തെ എടുത്തുകൊണ്ട് നടക്കാൻ നമുക്ക് പറ്റില്ല. 9-ന്റെ 5-ാം വാക്യം വായിച്ച്, റോമർ 9-ന്റെ 5. യെസ്, അടുത്തത് വായിച്ചു. അടുത്തത്, അവൻ സർവത്തിനും മീതെ ദൈവമാണ്. ആരാ? സ്തോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങളാരും. യേശു ആരാന്നാ പറഞ്ഞേ? ഏതെങ്കിലും ശകലത്തിൻ്റെ മീതെ ദൈവം എന്നല്ല, പിന്നെ സർവത്തിനും മീതെ ദൈവമായവനില്ല ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ല ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞത്. യേശുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പ്രത്യേകത എന്താ? സർവത്തിനും മീതെ ദൈവമായവനാണ്. ഇവിടെ ഒത്തിരി ദൈവങ്ങളുണ്ട്. പറന്നു വരുന്നു, ഇഴഞ്ഞു വരുന്നു, ചാടി വരുന്നു, ഓടി വരുന്നു. മനസ്സിലായോ? കുറേ കാലം കഴിയുമ്പോൾ മരിച്ചു പോകുന്ന ദൈവങ്ങൾ, ആൺ ദൈവങ്ങളും പെൺ ദൈവങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. മനസ്സിലായോ? ആവാഹന ദൈവങ്ങളുണ്ട്, സങ്കല്പ ശക്തികളായ ദൈവങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി ദൈവങ്ങളുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം സർവത്തിനും മീതെ ദൈവമാണ്. പ്രപഞ്ച ശക്തികൾക്ക് മീതെ ദൈവമാണ്. ഈ ബ്രഹ്മാണ്ഡ കടാകത്തിന് മീതെ ദൈവമാണ്. ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കാൻ കഴിയുന്നവൻ ഇതിനെല്ലാം മീതെ ദൈവമാണ്. അവനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. നമ്മളെ ലജ്ജിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളോട് പറ. തച്ചിന് കുത്തിയിരുന്ന് ദുർമന്ത്രവാദം ചെയ്യുന്ന ഒത്തിരി പോരാട്ടമുണ്ട്. പേടിപ്പിക്കുകയല്ല, ഞാൻ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയുക. തച്ചിന് കുത്തിയിരുന്ന് ചെയ്തവൻ അവിടെ നിന്ന് ചെയ്തോട്ടെ. തൻ്റെ ഇടത്തോടെ പറയണം, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. നീ ഇരുന്ന് പണിയത്തേ ഉള്ളൂ, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. നീ എനിക്കെതിരെ ചെയ്യുന്ന സകല നടപടികളെയും എനിക്കറിയാം. ദൈവാത്മാവ് എനിക്കത് വെളിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് എഴുന്നേറ്റം ഉണ്ടാകാതിരിക്കാൻ, എൻ്റെ തലമുറയ്ക്ക് നേട്ടമുണ്ടാകാതിരിക്കാൻ, എനിക്ക് ഉള്ളതെല്ലാം വിട്ടുമാറേണ്ടതിന്, എൻ്റെ വീടിൻ്റെ മേൽ അവകാശം പറഞ്ഞ്, എൻ്റെ മണ്ണിൻ്റെ മേൽ അവകാശം പറഞ്ഞ്, എൻ്റെ ജോലിയുടെ മേൽ അവകാശം പറഞ്ഞ്, എൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ അവകാശം പറഞ്ഞ് എന്നെ കിടത്തിക്കളയാൻ നീ ചെയ്യുന്ന പണികളെ ദൈവാത്മാവ് എൻ്റെ പ്രാർത്ഥന മുറിയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ വിശ്വസിക്കുന്നവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. അത് ഏറ്റെടുക്കുന്നവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ? അവർ കർത്താവിനെ സ്തുതിക്കട്ടെ. അഭിഷേകത്തിന്റെ നിറവോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്ക്. യേശുവിനെ കുറിച്ച് കേട്ടിട്ട് ആത്മാവിൽ ആരാധിക്കാൻ കഴിയണം. നമ്മുടെ കർത്താവ് സർവത്തിനും മീതെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. നിനക്കെതിരെയുള്ള ആയുധങ്ങൾ, നിനക്കെതിരെയുള്ള പോരുകൾ, നിന്റെ വഴി അടച്ച് നിന്ന് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകളോട് പറ, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് എന്നും പരാധീനതയും പരിദേവനവും പറഞ്ഞ്, ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞു വല്ലവരുടെയും ഔദാര്യത്തിൽ ജീവിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുമ്പോൾ തൻ്റെ അടുത്തോടെ പറ ശത്രുവിനോട്, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര കണ്ട് ശക്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം നേടി എന്നുള്ളതല്ല, അത്ര കണ്ട് വലിയൊരു മതത്തിൻ്റെ ഭാഗമായി എന്നുള്ളതല്ല, എനിക്ക് വേണ്ടി പോരാടാൻ എൻ്റെ കുടുംബത്തിൽ കുറേ പിള്ളേരുണ്ടെന്നുള്ളതല്ല, റുപ്പീസ് മാത്രമല്ല റിയാലും ദിർഹവും ദറംസും ഡോളറും യൂറോയും പൗണ്ടും എനിക്കുണ്ടെന്നുള്ളത് കൊണ്ടല്ല ഞാൻ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നവൻ സർവത്തിനും മീതെ ദൈവമാണ്. സർവത്തിനും മീതെ. ഹല്ലേലൂയ. മന്ത്രവാദം, ആ വിചാരം എന്നൊക്കെ കേൾക്കുമ്പോൾ ചുമ്മാതെ പേടിച്ച് വിറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാറ്റിനും മീതെ. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദികളുള്ള 2 രാജ്യമായിരുന്നു ബാബിലോണും മിസ്രൈമും. മിസ്രൈമിലെ മന്ത്രവാദികൾ ഭയങ്കരമാണ്, ബാബിലോണിലെ മന്ത്രവാദികൾ ഭയങ്കരമാണ്. പക്ഷെ മിസ്രൈമിലെ മന്ത്രവാദികൾ യോസഫിനോട് തോറ്റുപോയി. ബാബിലോണിലെ മന്ത്രവാദികൾ, മനസ്സിലായോ? മിസ്രൈമിലെ മന്ത്രവാദികൾ മോശയോടും പിന്നെ യോസഫിനോട് തോറ്റുപോയവരാണ്. അറിയാമോ? മിസ്രൈമിലെ മന്ത്രവാദികൾ
മോശ ചെയ്ത പോലൊക്കെ അവർ ചെയ്യാൻ നോക്കിയിട്ട് തോറ്റുപോയി. മനസ്സിലായില്ലേ? അവിടുന്ന് ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം അയച്ചതായിരിക്കുന്ന മോശയുടെ മുമ്പിൽ തോറ്റുപോയവരാ. സകല മന്ത്രവാദികളും കൂടെ വട്ടമിരുന്ന് സകല ഇടപാടും നടത്തി രാജാവ് കണ്ട് മറന്നുപോയ സ്വപ്നം ഒന്ന് വെളിപ്പെടുത്തി കൊണ്ടുവരാൻ ഒറ്റ ശകുനവാദിക്കും കഴിഞ്ഞില്ല. ഒടുവിൽ യോസഫിനെ ഇറക്കിക്കൊണ്ട് വന്നപ്പോഴാണ് കാര്യം നടന്നത്. മിസ്രൈമിലെ മുഴുവൻ മന്ത്രവാദികളും തോറ്റ് തുന്നം പാടി അഭിഷേകം പ്രാപിച്ച യോസഫിനോട്, അതുപോലെ ദൈവം അയച്ച മോശയോട്. കണ്ടില്ലേ? അതേ സംഭവം പിന്നെ ആവർത്തിക്കുകയല്ലേ ബാബിലോണിൽ. അഭിഷേകം പ്രാപിച്ച ആത്മനിറവകത്തുള്ള ദാനിയേലിനെ കുറിച്ച് രാജാവ് തന്നെ പറയുന്നു, ദേവന്മാരുടെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. ഞാൻ ചോറ് കൊടുത്ത് വളർത്തുന്ന ഈ മന്ത്രവാദികളൊക്കെ ഇവിടെ ചങ്ക് കറക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്തെല്ലാം ഇടപാടകുമാർ ചെയ്യുന്ന. പക്ഷേ ഇന്നലെ രാത്രി മുതൽ അവർ നോക്കിയിട്ട് ഞാൻ കണ്ട മറന്ന സ്വപ്നം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ദാനിയേൽ വന്ന് പറയുന്നു, അവരെ ആരെയും കൊല്ലണ്ട രാജാവ്, കൊന്നുകളയണ്ട. രാജാവ് പറഞ്ഞ നാഷണൽ വേസ്റ്റ് ഉമാർ എന്തിനാ വെച്ചേക്കുന്നത്, തട്ടിയൊക്കെ ഒരു കോണിന്ന്. രാജാവ് പറയാണ്, ആരെവിടെ? അപ്പോൾ ഒരുത്തൻ വാളും എടുത്തുകൊണ്ട് ചാടി വന്നോണ്ട് അടിയൻ ഇതാന്നും പറഞ്ഞു വരുന്നത്. എന്തോന്നാ നിന്റെ പേര്? എൻ്റെ പേര് അരിയോക്കെന്നാണ് പറഞ്ഞു. ഒരു കോണി നൂമാരെ അങ്ങ് അരിഞ്ഞേക്കാൻ പറഞ്ഞു. പേരെന്തോന്നാ അവൻ്റെ? അരിയോക്ക്. രാജാവ് പറഞ്ഞു, ഇമ്മാരെ അങ്ങ് അരിഞ്ഞേക്കാൻ പറഞ്ഞു. നിന്റെ പേര് പോലെ നിന്നെ ഞാനൊരു ദൗത്യം ഏൽപ്പിക്കും, ഒരുത്തന്നെ മിച്ചം വെച്ചേക്കരുത്, കത്തിച്ചേക്കാൻ പറഞ്ഞു. അങ്ങ് അരിഞ്ഞേക്കാൻ പറഞ്ഞു. അവൻ ഓരോ മന്ത്രവാദിയുടെയും കഴുത്ത് നോക്കി വെട്ടാൻ തുടങ്ങുമെന്ന് പറഞ്ഞേ ദാനിയേൽ എന്ന ഉപദേശം പറഞ്ഞു, സാർ പ്ലീസ് ഒരു ദോഷം അവർക്ക് ചെയ്യരുത്, അവരെ വെറുതെ വിട്ടര്, ഞാൻ ഏറ്റുകാര്യം. രാജാവ് മറന്നുപോയ സ്വപ്നം പറയാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അർത്ഥം പറയാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റും. പിന്നെ ജാമ്യം നിൽക്കാൻ വന്ന നീ എന്നെ വെട്ടണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? അപ്പോൾ ദാനിയേൽ ഭവ്യതയോട് പറയാ, എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ ഞാൻ സേവിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം സർവ്വത്തിനും മീതെ ദൈവമാണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, അവന് മറപൊരുളായിരിക്കുന്ന ഒന്നുമില്ല. ഞാൻ അത് വെളിപ്പെടുത്തി കൊണ്ടുവരാൻ ഈ ഒരു രാത്രി എനിക്ക് സമയം തരണം. ഞാനും എൻ്റെ സ്നേഹിതരും കൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പ്രാർത്ഥനയിൽ എനിക്ക് വെളിപ്പെട്ടു വരും ഇത്. ഹല്ലേലൂയ. ആരാണ്ടര വെല്ലുവിളിയുടെ മുമ്പിൽ, ആരാണ്ടര ഭീഷണിയുടെ മുമ്പിലൊന്നും ചുമ്മാതെ മുട്ടുകുത്തി പോകല്ലേ. അല്പസമയം ശാന്തമായിട്ടിരുന്ന് ഉടനെ ഒരു വക്കീലിനെ കാണാനും, ഉടനെ ഒരു പോലീസിനെ കാണാനും, ഉടനെ പഞ്ചായത്ത് മെമ്പറെ കാണാനും, ചുമ്മാ ഡയറിയും കട്ടത്ത് വെച്ചുകൊണ്ട് ഈ നാടിൻ്റെ മുഴുവൻ കാര്യങ്ങളും കൂടെ ഏറ്റെടുത്തിരിക്കുന്ന പുള്ളിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അവരുടെ ഒന്നും പുറകെ പോകരുത് ദൈവ പൈതൽ. അപ്പോൾ മനോരമയുടെ ഡയറി മാറ്റി, അത് ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടിയ ഡയറിയാണ്, അറിയാമോ? അങ്ങനെ ഡയറി മാറ്റി കട്ടത്ത് വെച്ചുകൊണ്ട് അലക്ക് തേച്ച ഉടുപ്പും മുണ്ടും എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ മുഴുവൻ പ്രശ്നം പുള്ളിയുടെ തലയിൽ കൂടെ പോകുന്നതെന്ന് തോന്നിപ്പോകും. നമ്മൾ ചെന്ന് പറയും, എൻ്റെ സാറേ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനൊന്നും ആരുടെയും പുറകെ പോകരുത്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ദാനിയേൽ പറഞ്ഞ പോലെ പറയണം, രാജാവേ ഒരു രാത്രി എനിക്ക് തരണം. ഒരു രാത്രി. എന്തിനാ ഒരു രാത്രി തരുന്നേ? എന്തിനാ ഒരു രാത്രി? ഞാനും എൻ്റെ സ്നേഹിതരും കൂടെ മുട്ടുകുത്താൻ പോവുകയാണ്. എൻ്റെ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ പോവുകയാണ്. നിൻ്റെ നെഞ്ചകത്തെ വിങ്ങുന്ന, നിൻ്റെ നെഞ്ചകം വിങ്ങുന്ന, അകത്തളത്തെ വല്ലാതെ വിറപിടിപ്പിക്കുന്ന, അകത്തളത്തെ വല്ലാതെ അധൈര്യപ്പെടുത്തുന്ന ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ ആരുടെയും പുറകെ പോകാതെ ഒരേകാന്ത നിമിഷം തേടിയെത്തിയൊന്ന് മുഴങ്കാൽ മടക്കാൻ കഴിയുമെങ്കിൽ സർവ്വത്തിനും മീതെ ദൈവമായവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ചില വ്യക്തികളുടെ മുൻപിൽ ഹല്ലേലൂയ അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. അതിശയകരമായ ദൈവപ്രവൃത്തി. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ വിശ്വസിക്കുന്ന ആരെയാണെന്നറിയാമോ? സർവ്വത്തിനും മീതെ ദൈവമാണ്. ഇന്ന് രാത്രി സമയം തീരുകയാണ്. ഞാൻ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കുക. അധികം പേരൊന്നും ഇല്ലെങ്കിൽ ശാന്തമായി ദൈവവചനം പഠിക്കാനെങ്കിൽ ഇത്രയും പേരൊക്കെയാണ് പാസേ നല്ലത്. പ്രൈസ്. ഒരു യോഗം നടത്തിയിട്ട് ഇത്രയും കസേര കാലിയായി പോയല്ലോ ഓർത്ത് വിഷമിക്കുക ചെയ്യരുത്. വചനം കേൾക്കാനുള്ളവരെയൊക്കെ കർത്താവ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ആൻറ്റിമാരോട്, എൻ്റെ മമ്മിമാരോട്, പപ്പമാരോട്, എൻ്റെ കുഞ്ഞനുജന്മാരോട്, കുഞ്ഞനുജത്തിമാരോട് വളരെ താഴ്മയോടെ ഞാൻ പറയാം, നമ്മൾ സേവിക്കുന്ന സാധാരണക്കാരനെ അല്ല, സർവ്വത്തിനും മീതെ ദൈവമായവനെ. സർവ്വത്തിനും മീതെ ദൈവമാണെങ്കിൽ നിന്റെ ട്യൂമറിന് മീതെ അവൻ ദൈവമാണ്. ക്യാൻസറിന് മീതെ ദൈവമാണ്. നിന്റെ ഡയബറ്റിക്കിൻ്റെ മീതെ അവൻ ദൈവമാണ്. നിന്റെ വാൽവിൻ്റെ പ്രതിസന്ധിക്ക് മീതെ അവൻ ദൈവമാണ്. യൂട്രസിൻ്റെ പ്രോബ്ലത്തിന് മീതെ അവൻ ദൈവമാണ്. നീ അനുഭവിക്കുന്ന സാമ്പത്തിക വ്യതകൾക്ക് മീതെ അവൻ ദൈവമാണ്. ഇനി ഒരു അലാറം മുഴക്കി നിന്നെയും കൊണ്ട് ഒരു വാൻ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരികയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ സർവ്വത്തിനും മീതെ ദൈവമായവൻ നിന്റെ ശരീരത്തിൽ ചില പ്രവർത്തികൾ ചെയ്യും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. വിശ്വസിക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തും. സർവ്വത്തിനും മീതെ ദൈവമായവൻ ചില നാഡീ ഞരമ്പുകളെ സൗഖ്യമാക്കി, ചില അസ്ഥിവ്യൂഹങ്ങളെ സൗഖ്യമാക്കി, ചില ശാരീരിക ക്ലേശങ്ങളെ മാറ്റി, ചില മാംസപേശികൾ വിടുതൽ നൽകി. ഡെലിവറൻസ്, ഡെലിവറൻസ്, ഡെലിവറൻസ് കർത്താവ് നൽകി തരാൻ ഇടയായി തീരും. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്ക്. അഭിഷേകത്തിന്റെ നിറവോടെ, ആത്മബലത്തിന്റെ ശക്തിയോടെ
ഗ്ലോറി. ഓൺലൈൻ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, സർവത്തിനും മീതെ ദൈവമായവൻ നിന്റെ ശരീരത്തിൽ ചില ക്രിയകൾ ചെയ്യാനിടയാകും. ഉണ്ടാക്കി വെച്ച പണം മുഴുവനും എവിടെങ്കിലും കൊണ്ടുവന്ന് അടയ്ക്കാനല്ല, അത് നിനക്ക് നിന്റെ തലമുറയ്ക്ക് ഉപകാരമാകാനാണ്. ഇനിയും നിന്റെ രോഗം നിമിത്തം ആരും യാതൊരു വിധത്തിലുള്ള നേട്ടം ഉണ്ടാക്കരുത്. കർത്താവ് സൗഖ്യമാക്കുന്ന കർത്താവ്, ഒരു വിടുതൽ തരുന്ന കർത്താവ്. വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഒരു സൗഖ്യത്തിന്റെ വ്യാപാരം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ലജ്ജിച്ചു പോകത്തില്ലെന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ വിശ്വസിക്കുന്നവൻ ആരാ? സർവ്വതിനും മീതെ ദൈവമാണ്. ഇതാരെ കുറിച്ചാ പറയുന്നത് അറിയോ? യേശുവിനെ കുറിച്ചാ പറയുന്നതെന്ന്. നമ്മുടെ കർത്താവിനെ കുറിച്ചാ പറയുന്നത്. ബെത്ലഹേമിൽ തിരുവവതാരം ചെയ്ത, ഗോൽഗോഥായിൽ പരമയാഗമായി തീർന്ന കർത്താവിനെ ഒലിവുമലയുടെ നെറുകയിൽ വെച്ചതേ സ്വർഗാരോഹണം ചെയ്ത് ഇനി എത്രയും വേഗം നമ്മെ ചേർക്കാൻ വരുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. ഇന്ന് രാത്രി മുതലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ഞാൻ അല്പസമയം വേറിട്ടിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോകും എൻ്റെ വിഷയത്തിന് വേണ്ടി. പ്രവാചകന്മാരെ ഒന്നും വാടകയ്ക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് കൃപ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആവശ്യമായ ദൂത് നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം, കല്യാണത്തിന് നമ്മൾ പന്തലിന് മൊത്തം വാടകയ്ക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. ചട്ടിയും കലവും ചെമ്പും ചരുവും എല്ലാം വാടകയ്ക്ക് എടുക്കണം, പടുത വാടകയ്ക്ക് എടുക്കണം, കസേര വാടകയ്ക്ക് എടുക്കണം. എന്തെങ്കിലും പരിപാടി നടത്തിയാൽ മൊത്തം ഹയറിംഗ് ആണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ആരാണ്ടൊക്കെ വാടകയ്ക്ക് എടുക്കുകയാണ്. ഫൽസിക്കാനും ശാസിക്കാനും കുഴിച്ചെടുക്കാനും വെളിപ്പെടുത്താനും ഒക്കെ അല്ലേ. നമ്മളങ്ങനെ വാടകയ്ക്കെടുത്ത് അങ്ങ് ശീലമായി പോയി. നമുക്ക് തന്ന അധികാരം എന്ത് ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നു. സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അയക്കുന്നു, പോകുക. അധികാരം നമുക്ക് തന്നിട്ടുണ്ട് കർത്താവ്. ഉണ്ടോ? ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ ചുമ്മാ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല ആത്മാവിനെ തന്നിട്ടുള്ളത്. പിശാചിനോട് അടങ്ങെന്ന് പറയാനാണ്, എടുക്കുന്നതിൻ്റെ തന്ത്രമെന്ന് പറയാനാ. ഇറങ്ങ് പുറത്ത്, ഈ ശരീരം വിട്ട് പുറത്തു പോ എന്ന് പറയാനുള്ളൊരു അവകാശം കൂടെ അതിനകത്തുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സർവ്വത്തിനും മീതെ ദൈവമായവനിലാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്? വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞത്? ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞു. കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. കൊയർ മുൻപോട്ട് വരുന്നു. ആദ്യത്തെ ദിവസത്തെ യോഗം ഒത്തിരി നീണ്ടുപോകാൻ പാടില്ല, അത് അടുത്ത ദിവസങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ഒരു പാട്ടും കൂടെ പാടി നമ്മളൊന്ന് ആരാധിച്ച് സന്തോഷത്തോടെ പിരിയാനുള്ള സമയം കൂടെ ഞാൻ അനുവദിച്ചുകൊണ്ട് ബാക്കി ചിന്തകളെ, എന്താണ് യേശുവിലെ വിശ്വാസം എന്നുള്ളത് നാളെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇന്ന് വന്നവരെല്ലാം നാളെ എന്ത് ചെയ്യണം? എന്നാലേ ഇതിൻ്റെ ബാക്കി കിട്ടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശുവിലെ വിശ്വാസം എന്താണെന്ന് നാളെ നമ്മൾ പഠിക്കാൻ പോവുക. യേശുവിലെ വിശ്വാസം എന്താ? അതൊരു സംസ്കാരമാണ്. യേശുവിലെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു അനുഗ്രഹീത സംസ്കാരമാണ്. ദൈവത്തിന് പ്രസാദമുള്ളൊരു സംസ്കാരം. യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും കൂടെ നാളെ നമ്മൾ ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം എല്ലാവർക്കും ദൈവസന്നിധിയിൽ.